Meet the editors. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട തയ്യാറെടുപ്പിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. നാടൻ അടവുകളും ചുവടുകളും വിധി നിർണ്ണയിക്കുന്ന അങ്കത്തട്ടിൽ ദേശീയ സംസ്ഥാന രാഷ്ട്രീയ കാലാവസ്ഥയും അതിപ്രധാനമാണ്. 6 മാസത്തിനുള്ളിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ലിറ്റ്മസ് ടെസ്റ്റാണ് തദ്ദേശമെന്നിരിക്കെ കരുതലോടെയാണ് മുന്നണികളുടെ കരുനീക്കങ്ങൾ. നാടെങ്ങും തെരഞ്ഞെടുപ്പ് ആവേശമാണ്. ഇന്നേക്ക് 30-ാം നാൾ സംസ്ഥാനത്തെ 1199 തദ്ദേശ സ്ഥാപനങ്ങളിലെ 23,576 വാർഡുകളുടെ പ്രതിനിധികൾ ആരെന്നതിന് തീരുമാനമായിട്ടുണ്ടാവും. 2020 മേധാവിത്വം നിലനിർത്താൻ LDFും അടിത്തട്ടിലെ അടിവേര് തിരിച്ചുപിടിക്കാൻ UDFും മികച്ച പോരാട്ടം കാഴ്ചവെക്കാൻ NDAയും കച്ചമുറുക്കിയതോടെ ദേശപ്പോരിൽ തീപ്പാറും മത്സരങ്ങൾക്കാണ് കളമൊരുങ്ങിയത്. സ്ഥാനാർത്ഥി നിർണയം മുതൽ പ്രചാരണത്തിന്റെ അവസാന ലാപ്പിലെ അടിയൊഴുക്കുകൾ വരെ വിധി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാരിന്റെ ഭരണനേട്ടമാണ് LDFിന്റെ പ്രധാന പ്രചരണായുധം. കേരളത്തെ അതിദരിദ്രമുക്ത സംസ്ഥാനമാക്കി പ്രഖ്യാപിച്ചതിൽ തുടങ്ങി ക്ഷേമ പെൻഷൻ 2000 വർദ്ധിപ്പിച്ചത്, പാവപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കിയത്, ബിസിനസ് അനുകൂല ഇൻഡെക്സിൽ കേരളത്തിന്റെ റാങ്ക് ഉയർത്തിയത്, ദേശീയപാത വികസനം, വിഴിഞ്ഞം തുറമുഖം, അതങ്ങനെ വയനാട് തുരങ്കപാതയും കടന്ന് ഇങ്ങ് തിരുവനന്തപുരം മെട്രോ വരെ അവകാശവാദങ്ങൾ എമ്പാടും നിരത്തിയാണ് ഇടതുമുന്നണി അങ്കത്തട്ടിൽ നിറഞ്ഞു നിൽക്കുന്നത്. എന്നാൽ നാം ഈ കേട്ടത് അത്രയും സർക്കാർ പണം വൻതോതിൽ ചെലവഴിച്ച PR പരിപാടിയാണെന്നും നടപ്പിലായത് UDF തുടക്കമിട്ട പദ്ധതികൾ മാത്രമാണെന്നും ആരോഗ്യമേഖലയും പ്രാദേശിക റോഡുകളും തകർന്ന് തരിപ്പണമായെന്നും വന്യജീവി സംഘർഷത്തിനും തെരുവുനായ ശല്യത്തിനും ഒരു പരിഹാരവുമില്ലെന്നും നിവൃത്തിയുള്ള യുവാക്കളെല്ലാം നാടുവിട്ട് വിദേശത്തേക്ക് ചേക്കേറുകയാണെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന പ്രതിരോധം. ഒപ്പം ശബരിമല സ്വർണ്ണക്കൊള്ളയും PM ശ്രീയിൽ ഒപ്പിട്ടതും വെള്ളാപ്പള്ളിയെ തുറന്നിട്ടതും പ്രചാരണത്തിലെ വജ്രായുധങ്ങളാണ്. എന്നാൽ LDFിനും UDFിനുമെതിരെ കുറ്റപത്രം തയ്യാറാക്കി കേന്ദ്ര സർക്കാരിനെ കൂട്ടുപിടിച്ചുള്ള വികസനത്തിന്റെ പുതിയ വാഗ്ദാനങ്ങൾ നിരത്തി അടിത്തട്ടിൽ ഹിജാബ് വിവാദമടക്കം രാഷ്ട്രീയായുധമാക്കിയാണ് NDAയുടെ പ്രചാരണ പ്രവർത്തനം. ഇലക്ഷൻ മൂഡ് ആർക്കനുകൂലം? തദ്ദേശ പോര് സർക്കാരിന്റെ വിലയിരുത്തലാകുമോ എന്നാണ് ചോദ്യം. നമുക്കിപ്പം PR സുനിൽ കൂടി ചേരുന്നുണ്ട്. ഡൽഹിയിൽ ഇത് ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനം വഴി. PR സുനിൽ, ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം. തദ്ദേശപ്പോരിൻ്റെ കേരളത്തിൽ കേളികുട്ട് ഉയർന്നു കഴിഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിൽ പല അടികളും പലയിടങ്ങളിലും ഉണ്ടെങ്കിലും എല്ലാവരും കച്ചകെട്ടി ഇറങ്ങുകയാണ്. അരയും തലയും മുറുക്കി മുന്നണികൾ സജീവമായി കഴിഞ്ഞു. സ്ഥാനാർത്ഥികൾ വോട്ട് ചോദിച്ചു തുടങ്ങി. അതിനിടയിലാണ് ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ മുന്നിലുണ്ട്. സർക്കാരിൻ്റെ ക്ഷേമ പ്രഖ്യാപനങ്ങൾ മുൻപിലുണ്ട്. സർക്കാരിൻ്റെ വിലയിരുത്തലാകുമോ? ഇത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നെ 3 മാസം ഇല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ വിലയിരുത്തലാകുമോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായി ഒരു സർക്കാരിന്റെ വിലയിരുത്തലാവണമെന്നില്ല. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേണും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേണും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേണും ഒക്കെ തന്നെ വളരെ വ്യത്യസ്തമാണ്. പക്ഷേ ഒരു പൊളിറ്റിക്കൽ ഒരു രാഷ്ട്രീയ ഗതി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ സംശയമുണ്ടാകില്ല. നമുക്കറിയാം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ എടുത്താൽ, പഞ്ചായത്തിലെ ഓരോ വാർഡുകൾ എടുത്താൽ വാർഡുകളിൽ 1000-ഓ 1500 വോട്ടായിരിക്കും ഉണ്ടാവുക. അവിടുത്തെ ഒരു വിധി നിർണ്ണയിക്കുന്നത് പലപ്പോഴും കുടിവെള്ള പ്രശ്നം, റോഡിന്റെ പ്രശ്നം, അവിടുത്തെ മാലിന്യ പ്രശ്നം, അതുപോലെ വ്യക്തിപരമായ ബന്ധങ്ങൾ, ഇതൊക്കെ ഈ ഒരു പഞ്ചായത്ത് തലത്തിൽ ഏറ്റവും കൂടുതൽ അതായിരിക്കും ഒരു വിധി നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകുക. ബ്ലോക്കിലേക്ക് വന്നാലും ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയായിരിക്കും. പഞ്ചായത്തും ബ്ലോക്കും തമ്മിൽ അങ്ങനെ ഒരു വലിയ വ്യത്യാസം ഉണ്ടാകണമെന്നില്ല. ഇനി മുനിസിപ്പാലിറ്റി എടുത്താലും കോർപ്പറേഷൻ എടുത്താലും ആ ഒരു പാറ്റേണിൽ തന്നെയായിരിക്കും വോട്ടുകളൊക്കെ വരിക. കുറച്ചുകൂടി പൊളിറ്റിക്കലായ ഒരു ഫൈറ്റ് നടക്കാൻ പോകുന്നത് ജില്ലാ പഞ്ചായത്തിലായിരിക്കും. ഒരു സംസ്ഥാനത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ഒരുപക്ഷെ നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ജില്ലാ പഞ്ചായത്തിലായിരിക്കും. പക്ഷേ നമ്മളൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെ ഒരു ചരിത്രം എടുത്തു നോക്കിയാൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ പലപ്പോഴും LDFന് പല തെരഞ്ഞെടുപ്പുകളിലും മേൽക്കൈ കിട്ടിയ സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അത് മാറാം.
ഈ LDF പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നിട്ട് നിന്നതിന് ശേഷം തന്നെ അസംബ്ലിയിലേക്ക് വന്നപ്പോൾ നേരെ തിരിച്ച് വിധി വന്ന സാഹചര്യമുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം വലിയ തിരിച്ചടിയാണ് അന്ന് LDF കേരളത്തിലുണ്ടായത്. അന്ന് 2018 ശബരിമല വിധിയൊക്കെ തന്നെ നടപ്പാക്കാനുള്ള ശ്രമം നടന്നു. അതൊക്കെ തന്നെ വലിയ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റായി കേരളത്തിൽ നടന്നിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെ LDF കിട്ടിയത് ഒരു ഒറ്റ സീറ്റാണ് കേരളത്തിൽ. പക്ഷെ 2020 പഞ്ചായത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ ഏറ്റവും നല്ല മുന്നേറ്റം ഉണ്ടാക്കിയത് LDF ആണ്. അപ്പം ഈ വോട്ടിംഗ് പാറ്റേൺ വളരെ വ്യത്യസ്തമാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായാലും ബ്ലോക്ക് തെരഞ്ഞെടുപ്പായാലും അതുകൊണ്ട് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പായാലും ഒക്കെ തന്നെ. അതുകൊണ്ടൊരു സംസ്ഥാന സർക്കാരിൻ്റെ ആകെയുള്ളൊരു വിലയിരുത്തലായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. പക്ഷെ അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പൊളിറ്റിക്കൽ ലൈൻ അതിലുണ്ടാകും. എന്തായാലും കേരളത്തിൽ ഇത്തവണ വാശിയേറിയ പോരാട്ടമായിരിക്കും 3 മുന്നണികൾക്കിടയിലും നടക്കാൻ പോകുന്നത്. മുൻപൊക്കെയാണെങ്കിൽ UDF LDF മാത്രമായിരുന്നു, ചിലയിടങ്ങളിൽ മാത്രമാണ് BJP ഉണ്ടായിരുന്നത്. ഇത്തവണ പക്ഷേ ആ ഒരു പാറ്റേൺ മാറുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ മാറ്റമുണ്ടായിട്ടുണ്ട്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അസംബ്ലി സീറ്റുകളിൽ 10ഓളം സീറ്റുകളിൽ BJP ഒന്നാം സ്ഥാനത്തെത്തിയ സാഹചര്യമുണ്ട്. അപ്പോൾ BJPക്ക് വോട്ട് ചെയ്ത ആളുകൾ ഉള്ള ഒരു സാഹചര്യത്തിലാണ് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതാണ്ട് ഒരു വലിയൊരു വിഭാഗം സീറ്റുകളിൽ BJP ഇത്തവണ ശക്തമായ മത്സരം കാഴ്ചവെക്കും എന്നുള്ളത് കൊണ്ട് തന്നെ കേരളത്തിൽ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത് ഏതാണ്ട് എല്ലായിടത്തും ശക്തമായ ത്രികോണ മത്സരമാണ് എന്നതാണ്. അപ്പോൾ വീറും വാശിയും എല്ലായിടത്തും പ്രകടമായിരിക്കും. ഏറ്റവും പ്രത്യേകത എന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയായ ഉടനെ 4 മാസത്തിനകം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ സ്വാഭാവികമായും സർക്കാർ സംവിധാനങ്ങളൊക്കെ തന്നെ ഉണരും. LDF സംബന്ധിച്ച് പ്രതിപക്ഷത്താണെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ സംവിധാനങ്ങൾ ആകെ ഉണരും. അപ്പോൾ ഈ താഴെത്തട്ടിൽ ഈ പാർട്ടിയെ എല്ലാ പാർട്ടികളെയും കൂടുതൽ സജ്ജമാക്കാനും ഒരു തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് പൂർണ്ണമായി ഉണരാനും ഒക്കെ തന്നെ പ്രേരിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഒരു വലിയൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് തന്നെ ആയിരിക്കും. പക്ഷേ പ്രാദേശിക തലങ്ങളിലൊക്കെ തന്നെ അതിൻ്റേതായിട്ടുള്ള വ്യക്തിപരമായ ബന്ധങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഒരു വലിയൊരു പൊളിറ്റിക്കൽ ഫൈറ്റിനുള്ള ഒരു ഉണർന്നെണീക്കലായി വേണമെങ്കിൽ നമുക്ക് കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്താം. പക്ഷേ ഈ ഒരു സർക്കാരിൻ്റെ ആകെയുള്ള ഒരു വിലയിരുത്തലായി ഇത് വരണമെന്നില്ല. എങ്കിൽ പോലും ഈ ശബരിമലയിലെ ഈ സ്വർണ്ണ വിഷയം വലിയ ചർച്ചയാകും. ഇപ്പോൾ പുതിയ അറസ്റ്റും പുതിയ സാഹചര്യങ്ങളൊക്കെ തന്നെ പരമാവധി ചർച്ചയാക്കാൻ UDF ശ്രമിക്കാൻ സാധ്യതയുണ്ട്. BJPയും അതൊക്കെ തന്നെ ഇന്ന് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ അതാണല്ലോ വരുന്നത്. കേരളത്തിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ PM ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയം UDF പരമാവധി സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. അതുപോലുള്ള വിഷയങ്ങളൊക്കെ തന്നെ പൊളിറ്റിക്കലായി പരമാവധി ഉപയോഗിക്കാൻ UDFും അതുപോലെ തന്നെ BJPയും ഒക്കെ തന്നെ ശ്രമിക്കും. ഏതായാലും അതിനെ പ്രതിരോധിച്ച് എങ്ങനെയൊക്കെ സർക്കാർ മുന്നോട്ട് പോകും എന്ന് കാത്തിരുന്ന് കാണണം. ഏതായാലും ഇതൊരു സർക്കാരിൻ്റെ വിലയിരുത്തലായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയാനുള്ള ഒരു സാധ്യതയില്ല. പക്ഷേ നമുക്കറിയാം പലപ്പോഴും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ LDF മേൽക്കെയാണ്. 1991 നായനാർ സർക്കാരിൻ്റെ കാലത്ത് അന്ന് ആദ്യത്തെ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അന്ന് 14 ജില്ലാ കൗൺസിലുകളിൽ 12 ഇടത്താണെന്ന് തോന്നുന്നു അന്ന് LDF ആണ് വിജയിച്ചത്. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഒരു വർഷം മുൻപ് അന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള തീരുമാനമെടുത്തു. പക്ഷേ അന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF വിജയിക്കാൻ സാധിച്ചില്ല. പക്ഷെ അന്ന് രാജീവ് ഗാന്ധി മരിച്ചൊരു സാഹചര്യമുണ്ട്. അതിൻ്റെ സഹതാപ തരംഗമൊക്കെ തന്നെ അന്ന് UDF അന്ന് ഗുണം ചെയ്യുകയും UDF വലിയ തോതിൽ കേരളത്തിൽ വിജയിക്കുകയും ചെയ്തു. അതേസമയം 2015 തെരഞ്ഞെടുപ്പിൽ അന്ന് ഇതുപോലെ UDFും LDFും ഒപ്പത്തിനൊപ്പം വന്നൊരു സാഹചര്യമുണ്ട് കേരളത്തിൽ. അന്ന് 14 ജില്ലാ പഞ്ചായത്തുകളിൽ 7 എന്ന നിലയിലാണ് UDFനും LDFനും ഇടയിൽ ജില്ലാ പഞ്ചായത്തുകൾ കിട്ടിയത്. പക്ഷേ 2016 ഉമ്മൻചാണ്ടിക്ക് അധികാര തുടർച്ച ലഭിച്ചില്ല. പക്ഷെ അന്ന് സോളാർ വിഷയമുണ്ടായിരുന്നു. അപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ ചില പൊളിറ്റിക്കൽ സാഹചര്യങ്ങളൊക്കെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറ്റിമറിച്ച ചരിത്രവും കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വിധി എന്തായാലും അതുതന്നെ ആവണമെന്നില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു സാഹചര്യം. ചിലപ്പോൾ അതിനിടയിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ അത് മാറ്റിമറിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ തന്നെയുണ്ട്. ഏതായാലും എൻ്റെ ഒരു അഭിപ്രായം എന്നത് സർക്കാരിൻ്റെ ഇപ്പോൾ പിണറായി വിജയൻ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയായിരിക്കില്ല
പഞ്ചായത്തിലെ ഒരു വാർഡിൽ ഒരു വോട്ട് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആകെ പരിശോധിക്കുമ്പോൾ അത് സർക്കാരിന്റെ മൊത്തം ആകെ വിലയിരുത്തലായിക്കൊണ്ടുള്ള ഒരു തീരുമാനമാകണമെന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകുമോ എന്നാണ് ചോദ്യം. സുജയ, ഇനി അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് സീസണാണ്. ഇലക്ഷൻ മൂഡ്, ഇലക്ഷൻ ഫീവർ. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ വിലയിരുത്തലാകുമോ, നിയമസഭയിൽ പ്രതിഫലിക്കുമോ? സർക്കാരിന്റെ വിലയിരുത്തലാകും. കാരണം വിഷയങ്ങൾ നിൽക്കുമ്പോൾ പ്രാദേശിക വിഷയങ്ങൾക്കപ്പുറം സർക്കാർ എന്താണ് ഓരോ കാര്യങ്ങളിലും ചെയ്തത്, ഞാൻ കരുതുന്നത് ഇതൊരു പോസിറ്റീവ് ഫീഡ്ബാക്കും ഉള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് മാറുക. പ്രത്യേകിച്ചും ഇപ്പോൾ ക്ഷേമ പെൻഷനുകളടക്കം കൂട്ടിയ ഏറ്റവും ജനകീയമായ പ്രഖ്യാപനം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തുകയും ഈ മാസം 20-ാം തീയതി അടുത്ത ആഴ്ച ആ ക്ഷേമ പെൻഷൻ ആളുകൾക്ക് കയ്യിലേക്ക് കിട്ടാൻ പോവുകയാണ്. ബീഹാറിൽ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ എത്തിയത് എങ്ങനെയാണോ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ അനുസരിച്ച് NDAക്ക് ഭരണ തുടർച്ച പറയുന്നത് പോലെ ഈ ക്ഷേമ പെൻഷൻ നവംബർ 20-ന് കയ്യിൽ കിട്ടി തുടങ്ങുമ്പോൾ അത് ആ അടുത്ത ഒരു 10 ദിവസത്തിനുള്ളിൽ എല്ലാവരുടെയും കൈകളിലേക്ക് എത്തും, നവംബർ 20-നും 30-നും ഇടയിൽ. അതിനുശേഷം 9-ാം തീയതിയും 11-ാം തീയതിയും വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകൾ ഈ ക്ഷേമ പെൻഷൻ കിട്ടിയതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് സർക്കാരിന്റെ വിലയിരുത്തലായി മാറുകയാണ്. നേരിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്ത ക്ഷേമ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യാൻ കഴിയാതെ പോയ കാര്യങ്ങൾ, പ്രതിപക്ഷം ആരോപിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ ചർച്ച ചെയ്യുന്നതിനപ്പുറം 1,600 ആയിരുന്നു 2,000 കൂട്ടി എന്നുള്ളത് എല്ലായിടങ്ങളിലും ഒരു ചർച്ചയായി മാറുമെന്നുള്ളത് ഉറപ്പാണ്. അതൊക്കെ കണ്ടിട്ടുകൂടിയാണ് ആ പ്രഖ്യാപനം നടത്തിയത്. പ്രത്യേകിച്ചും PM ശ്രീ എന്ന വലിയ ഒരു വിഷയം ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷം പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് ഈ പ്രഖ്യാപനത്തിലേക്ക് പോയത്. അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം നടത്തുന്നതിനും 2 ദിവസം മുൻപ് ഒരു വാർത്താ സമ്മേളനം വിളിച്ച് ഈ ക്ഷേമ പെൻഷനുകൾ കൂട്ടിയിരിക്കുന്നു, അതുപോലെ തന്നെ വിവിധ വെൽഫെയർ സ്കീമുകൾ, അങ്കണവാടി ജീവനക്കാർക്കടക്കമുള്ള കാര്യങ്ങൾ, അതെല്ലാം ഈ ലോക്കൽ സബ്ജക്ട്സ് ആണ്. കാരണം ഈ വിഷയങ്ങളൊക്കെ ഓരോ വീടുകളിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള 5 വീടുകൾ എടുത്താൽ അതിൽ ഒരു വീട്ടിലെങ്കിലും ഒരു ഗുണഭോക്താവ് ഉണ്ടാകാതിരിക്കില്ല, എല്ലാ വീടുകളിലും ഇല്ല എങ്കിൽ പോലും. അപ്പോൾ ഈ 64 ലക്ഷം എന്ന് പറയുന്ന ഒരു ലാർജ് ക്വാണ്ടിറ്റി തന്നെയാണ്. അത്രയും ചർച്ചയാകുന്ന ഒരു കാര്യത്തിലാണ് നേരിട്ട് ഇടപെട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു സർക്കാരിൻ്റെ പെർഫോമൻസിന്മേലുള്ള ഒരു റഫറണ്ടമായി മാറാനായിട്ടുള്ള ഒരു സാധ്യതയായി കാണുന്ന ഒരു ഘടകം അതാണ്. അതോടൊപ്പം തന്നെ പ്രാദേശിക വിഷയങ്ങൾ ചർച്ചയാകും. സ്ഥാനാർത്ഥി നിർണയം, നേരത്തെ നിർത്തി വിജയിപ്പിച്ച സ്ഥാനാർത്ഥികൾ അവർ ഇഫക്റ്റീവ് അല്ല, അവർ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്നില്ല, ലോക്കലി അവരത്രയും ആക്സസിബിൾ അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ ആ ജയിച്ചു നിൽക്കുന്ന സിറ്റിംഗ് സീറ്റുകളിലുള്ള ആളുകളെ മാറ്റാൻ സർക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷം തയ്യാറായിട്ടുണ്ടോ, അല്ലെങ്കിൽ പ്രതിപക്ഷം തയ്യാറായിട്ടുണ്ടോ, അതോ നിങ്ങൾ വീണ്ടും ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾ റിജക്ട് ചെയ്ത ആളുകളെ തന്നെ നിങ്ങൾ വീണ്ടും കൊണ്ടുവരികയാണോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഫേവറബിൾ അല്ലാത്ത ആളുകളെ വീണ്ടും അടിച്ചേൽപ്പിക്കുകയാണോ? അതാണ് ലോക്കലി ചർച്ച ചെയ്യപ്പെടുന്ന കാൻഡിഡേറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അവിടെ എന്തായാലും സർക്കാരിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സർക്കാരിനെതിരായ കാര്യങ്ങൾക്കപ്പുറം വ്യക്തിത്വം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻസിൽ. അപ്പോൾ കാൻഡിഡേറ്റ് സെലക്ഷനായി, ലോക്കൽ ഇഷ്യൂസായി, അതുപോലെ തന്നെ ഇപ്പോൾ ഈ തവണത്തെ സ്ഥാനാർത്ഥി തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാസ്റ്റ് ആൻഡ് കമ്മ്യൂണിറ്റി ഫാക്ടേഴ്സ് ഏറ്റവും കൂടുതൽ നോക്കി സ്ഥാനാർത്ഥികളെ വിവിധ മുന്നണികൾ ഫീൽഡ് ചെയ്തിരിക്കുന്ന ഒരു ഇലക്ഷനാണ് ഈ 2025-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ഈ ലോക്കൽ ഇലക്ടറേറ്റ് എന്ന് പറയുന്നത് അത് പോളറൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വിഷയങ്ങൾക്കപ്പുറം സമുദായം, ജാതി, മതം ഇതെല്ലാം നോക്കിയാണ് കാൻഡിഡേറ്റ്സിനെ ഓരോരുത്തരും തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു പോക്കറ്റിൽ ഇപ്പോൾ ആരാണ് കൂടുതലായിട്ടുള്ള കമ്മ്യൂണിറ്റി എന്ന് നോക്കിയിട്ട് അവർക്കിടയിലുള്ള അവർക്ക് താല്പര്യമുള്ള ഒരാളെ ഫീൽഡ് ചെയ്യുകയാണ്. മെറിറ്റിനപ്പുറം അതും ഒരു ഘടകമായി മാറുന്നുണ്ട് എന്ന പരാതികൾ പലയിടങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മൾ ആലപ്പുഴയിലൊക്കെ അതിനെ ചൊല്ലിയുള്ള രാജിയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് രാജിവെച്ചത്? ഈഴവ വിഭാഗത്തിന് പ്രാതിനിധ്യം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ സീറ്റ് നിർണ്ണയത്തിൽ ഞങ്ങളെ പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ എല്ലാ മുന്നണികളും നേരിടുന്ന ഒരു പ്രശ്നമായി അത് മാറുകയാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ നമ്മൾ ഇപ്പോൾ ഭരിക്കുന്ന ഭരണപക്ഷം എന്ന് പറയുമ്പോഴേക്കും വെറും 4.5 വർഷം ഭരിച്ചു നിൽക്കുന്ന ഒരു സർക്കാരല്ല. എല്ലാ തവണയും തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ തുടർഭരണം കിട്ടിയ, 2ാം ഊഴം കൂടി കിട്ടിയ ഒരു സർക്കാർ ഇതുപോലെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ജനവിധിയെ നേരിട്ടിട്ടില്ല. ഇത്തവണ പിണറായി വിജയൻ ഉള്ളത് ഒരു ഡബിൾ ടാസ്ക് ആണ്. അങ്ങനെയാണെങ്കിൽ 2 സർക്കാരുകളുടെ വിലയിരുത്തലുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക എന്നതും വിഷയമാണ്. കാരണം 1ാം പിണറായി വിജയൻ സർക്കാർ, അത് കഴിഞ്ഞിട്ട് അതിനിടയിൽ നടന്ന 2020-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിൽ അവർക്ക് മികച്ച വിജയം നേടാൻ കഴിഞ്ഞു. ആ വിജയം 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ആവർത്തിക്കാൻ കഴിയുമോ? അതൊരു അപ്ഹിൽ ടാസ്ക് ആണെന്നേ ഞാൻ പറയുകയുള്ളൂ. കാരണം ഒരു തവണ, അതായത് 5 ഇയർ എന്ന് പറയുന്ന ഒരു ടേം ഭരിക്കുന്നതിനിടയിൽ വരുന്ന ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫേസ് ചെയ്യുന്നത് പോലെയല്ല, 2 ടേം വരുമ്പോൾ അതിൽ ഫേസ് ചെയ്യുന്ന 2ാമത്തെ തെരഞ്ഞെടുപ്പിൽ 2020-ലെ അതേ പെർഫോമൻസ് ആവർത്തിക്കുക എന്ന് പറയുന്നത്, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് സർക്കാരിന്റെ വിലയിരുത്തൽ തന്നെയാണ്. അത് LDFന് സാധിച്ചാൽ അത് അവർക്ക് 3ാം ഊഴം എന്ന് പറയുന്ന അവരുടെ പ്രതീക്ഷയിലേക്കുള്ള ഒരു ഗോൾഡൻ ഹോപ്പ് നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായി മാറും. നിലവിലത്തെ സാഹചര്യത്തിൽ 2020-ലെ വിജയം പലയിടങ്ങളിലും ആവർത്തിക്കാൻ ഇടതുമുന്നണിക്ക് കഴിഞ്ഞേക്കാം. അതാണ് നിലവിലത്തെ ഒരു സാഹചര്യം. ഗ്രൗണ്ട് റിയാലിറ്റി വെച്ച് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി
സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി വലിയ രീതിയിൽ ചർച്ചയാക്കുന്നുണ്ട്. കേന്ദ്ര സഹായം ലഭിക്കാത്തത്, അതുപോലെ അതുകൊണ്ട് ആണ് ഞങ്ങൾക്ക് പല പദ്ധതികളും പൂർത്തീകരിക്കാൻ കഴിയാതെ പോയത്. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി പറയുമ്പോഴും പൂർത്തീകരിക്കാൻ കഴിയാതെ പോയ പദ്ധതികളിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധയെത്തുകയാണ്. പ്രത്യേകിച്ചും അടിസ്ഥാന സൗകര്യ വികസനം, റോഡ് അടക്കമുള്ള കാര്യങ്ങളിൽ പ്രാദേശികമായി പല റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. നമ്മൾ തന്നെ നമ്മളുടെ പല വാർത്തകളിലും കാണിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. റോഡ്, പാലം ഇതൊക്കെ കൃത്യമായിട്ടില്ല എങ്കിൽ, കുടിവെള്ള വിതരണം കൃത്യമായിട്ടല്ല എങ്കിൽ ആ വിഷയങ്ങളൊക്കെ നിയമസഭയേക്കാൾ കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യുക ഈ നമ്മൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ്. അത് സർക്കാരിനെതിരായിട്ടുള്ള ഒരു വികാരം. സർക്കാർ ചെയ്യാമായിരുന്നിട്ടും, കാരണം സംസ്ഥാന ഭരണത്തിലിരുന്നു, ഞങ്ങളുടെ വാർഡ് അല്ലെങ്കിൽ ഞങ്ങളുടെ പഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുമുന്നണിയായിട്ടും ഇത് ചെയ്തു തന്നില്ല എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഫാക്ടറായി മാറാനായിട്ടുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ പൊതുവെ നോക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് LDF എന്ന് പറയുന്ന ഒരു പൊസിഷൻ നിൽക്കുന്നുണ്ട് എന്നതാണ് ഒരു അംബ്രല്ല ഇതിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും മൊത്തത്തിൽ നോക്കുമ്പോൾ അങ്ങനെയാണ്. പക്ഷേ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഇങ്ങനെയുള്ള നെഗറ്റീവ് ഫാക്ടേഴ്സ് അവിടെ നിൽക്കുന്നുണ്ട്. അത് എത്രത്തോളം ബാധിക്കും എന്നുള്ളതും അറിയണം. പിന്നെ രണ്ടാമത്തത് ഈ ഭരണവിരുദ്ധ വികാരമാണ്. ഭരണവിരുദ്ധ വികാരം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ പ്രതിഫലിക്കുന്നത് പോലെ ഒരു ലാർജർ എക്സ്റ്റെൻഡിൽ വരാറില്ല പൊതുവെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ ഇക്കുറി എങ്ങനെയാകും എന്നത് ഞാനും ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ്. അതിനും കാരണം ഈ തുടർ ഭരണമാണ്. 2 ഊഴമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരാണ്. അപ്പോൾ 2 ഊഴമായിട്ട് നിങ്ങൾക്ക് ഈ പാലം പണി തീർക്കാൻ കഴിഞ്ഞില്ലേ? 9 വർഷമായി മെല്ലെ പോകുന്ന പാലം പണിയാണെങ്കിൽ 2016 ഉദ്ഘാടനം ചെയ്തിട്ട് ഇതുവരെ തീർന്നിട്ടായെങ്കിൽ അത് വിഷയമാണ്. അത് ആ ഒരു പ്രദേശത്ത് മുഴുവൻ പ്രതിഫലിക്കാനും ചർച്ചയാക്കാനും ഒക്കെ പ്രതിപക്ഷത്തിന് സാധിക്കണം. പ്രതിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJPക്കും അതുപോലെ തന്നെ UDFനും സാധിക്കണം. അതവർ എത്രത്തോളം ചെയ്യുന്നുണ്ട് എന്നതിനെയും ആശ്രയിച്ചിരിക്കും അവിടുത്തെ വിജയങ്ങൾ. അടുത്തതായി പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ ശബരിമല കൊള്ളയടക്കമുള്ള കാര്യങ്ങളാണ്. ശബരിമല വലിയ രീതിയിൽ ഈ സ്വർണ്ണ പാളി കൊണ്ടുപോയത് അതൊക്കെ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കറണ്ട് ടോപ്പിക്കാണ്. എപ്പോഴും അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ചർച്ചയാകാറുണ്ട്. വോട്ടായി മാറുന്നത്, വോട്ടായി കൺവേർട്ട് ചെയ്യുന്നത് ചില ഘട്ടങ്ങളിലൊക്കെ 2015 നമ്മളത് കണ്ടിട്ടുണ്ട്. കാരണം ലാർജർ വ്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയായി നിൽക്കുന്ന ആ സമയത്തെ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ PM ശ്രീ നമുക്ക് മാറ്റിവെക്കാം. അതൊന്നും സാധാരണ താഴെ തട്ടിലേക്ക് ഇറങ്ങി അത്രയ്ക്ക് അങ്ങോട്ട് ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടൊന്നും ഇരിക്കുകയില്ല. പക്ഷേ സ്വർണ്ണപ്പാളി അങ്ങനെയല്ല. ശബരിമല എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ വന്നിരിക്കുന്ന ഇപ്പോൾ N വാസുവിൻ്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ, ഇനിയിപ്പോൾ പത്മകുമാറിനെ ചോദ്യം ചെയ്യൽ, SIT, ഹൈക്കോടതി, അതങ്ങനെ പത്രത്തിലായാലും TV-യിലായാലും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാകുമ്പോൾ അതിന്മേൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആളുകളുടെ നെഗറ്റീവായിട്ടുള്ളൊരു വോട്ടിംഗ് ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങളിൽ സർക്കാർ എടുക്കുന്ന സ്റ്റാൻഡാണ്. കുറേ കാര്യങ്ങളിലൊക്കെ തിരുത്താൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ കുറേ കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്താൻ ശ്രമിക്കുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു തോന്നൽ ഈ ആഗോള അയ്യപ്പ സംഗമത്തോടു കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തെക്കൻ ജില്ലകളിൽ, പ്രത്യേകിച്ച് മലബാറിലേക്കല്ല, ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 9-ാം തീയതി വോട്ടെടുപ്പ് നടക്കുന്ന തെക്കൻ ജില്ലകളിൽ, തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പിൽ ഒരുപക്ഷേ ഇത് സർക്കാരിന് പോസിറ്റീവായും നെഗറ്റീവായും വരാനായിട്ടുള്ള ഒരു സാധ്യത ഒരേപോലെ നിൽക്കുകയാണ്. അതിനെ എങ്ങനെയാണ് അടുത്ത ദിവസങ്ങളിൽ ടാക്കിൾ ചെയ്യുക? കാരണം N വാസുവിനെയൊക്കെ ഡിസോൺ ചെയ്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ആരായാലും ഞങ്ങളില്ല എന്നൊക്കെ MV ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നതൊക്കെ വെറുതെ അല്ല എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അങ്ങനെ ഡിസോൺ ചെയ്തുകൊണ്ട് പാർട്ടി ഇവരെ സംരക്ഷിക്കില്ല, അങ്ങനെയുള്ള ഒരു സ്ട്രോങ് മെസ്സേജസ് കൊടുക്കാൻ സാധിച്ചാൽ ഇപ്പോഴത്തെ ഈ ഒരു ഷാഡോ ഇപ്പോൾ ഒരു നിഴൽ വീണ് കിടക്കുകയാണ്. അപ്പോൾ ആ ഷാഡോ നീക്കാനായിട്ട് സാധിക്കണം. കാരണം പ്രതിപക്ഷം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൽ തന്നെ ആയിരിക്കുമെന്ന് ഇന്നത്തെ KPCCയുടെ സെക്രട്ടേറിയറ്റിലേക്കുള്ള മാർച്ചിലൂടെ വ്യക്തമായിരിക്കുകയാണ്. തദ്ദേശ ടോപ്പിക്കായിട്ട് അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വിഷയമായിട്ട് അവർ നിയമസഭയിലേക്ക് വെച്ചേക്കുന്നില്ല. ഇപ്പോൾ തന്നെ ഞങ്ങളിത് കത്തിക്കുകയാണ് എന്ന് KC വേണുഗോപാൽ അടക്കം നടത്തിയ പ്രസംഗങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അഴിമതിക്കാരായ ആളുകൾ അല്ലെങ്കിൽ ആളുകളുടെ മുന്നിൽ പ്രതിച്ഛായ നഷ്ടപ്പെട്ട ആളുകൾ അവരെയൊക്കെ വീണ്ടും ഫീൽഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ കണ്ണൂരിൽ നമ്മൾ നോക്കൂ, ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ PP ദിവ്യയെ മത്സരിപ്പിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? അവരൊരു കേസിൽ ഉൾപ്പെട്ട് നിൽക്കുകയാണ്, അതുകൊണ്ട് അവരെ ഫീൽഡ് ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അവരിപ്പോൾ 3 ടേം ആയിട്ടിരിക്കുകയാണ്, 15 വർഷം അവർ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നോക്കിയാലും അവരെ മാറ്റി നിർത്താം. ഒരുപക്ഷെ അതായിരിക്കാം കാരണം. അല്ലാത്ത പക്ഷം ഇപ്പോൾ കഴിഞ്ഞ തവണ മത്സരിച്ച ആൾ അവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കേസ് വരുമ്പോൾ അവരെ മാറ്റുന്നു. അതിനുശേഷം അവർ ജില്ലാ പഞ്ചായത്ത് അംഗമായി തുടരുന്നുണ്ട്. പക്ഷേ ഇനി അവർ മത്സരിപ്പിക്കുന്നില്ല എന്ന് ഒരു 3 ടേമായി അവർ. അല്ല, ഇപ്പൊ 2 ടൈം കഴിഞ്ഞവർക്ക് മത്സരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ 3 ടേമായി, അതുകൊണ്ടാണ് അവരെ മാറ്റുന്നതാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ കേസിന്റെ കാര്യത്തിൽ മാത്രമായിരിക്കില്ല. അങ്ങനെയൊക്കെ അവരെ തള്ളിക്കളയുമെന്ന് ഞാൻ കരുതുന്നില്ല. പാർട്ടി അങ്ങനെ അവരെ കൈവിട്ടതായി പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളിൽ നിന്നും നവീൻ ബാബു വിഷയത്തിൽ എന്തായാലും എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ മാറ്റി നിർത്തുന്നു. പക്ഷെ പകരം ഫീൽഡ് ചെയ്യുന്ന ആരെയാണ്? പകരം ഒരു വനിതാ മുഖമായി കൊണ്ടുവരുന്നത് വളരെ ചെറുപ്പക്കാരിയായിട്ടുള്ള എന്നാൽ ഒരു പ്രോമിസിംഗ് ലീഡറായിട്ട് വളരാൻ കഴിവുള്ള അനുശ്രീയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ UDFന്റെ പട്ടിക നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും BJPയുടെ പട്ടിക എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എല്ലാവരും പുതിയ മുഖങ്ങളെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതൊരു മാറ്റമാണ്. ആ മാറ്റം എത്രത്തോളം ഏറ്റെടുക്കുന്നുണ്ട്? കാരണം 40 വർഷമായിട്ടൊക്കെ ഒരേ കൗൺസിലർ അല്ലെങ്കിൽ ഒരേ വാർഡ് അംഗം അല്ലെങ്കിൽ ഒരേ പഞ്ചായത്ത് പ്രസിഡന്റ്, അതിനൊക്കെ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പുതിയ വോട്ടർമാർ വന്ന കാര്യം കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. കാരണം ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പ് 2020-25 തമ്മിലുള്ള കണക്കിന്റെ ഒരു വ്യത്യാസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുതുതായിട്ട് 1501 വാർഡുകൾ രൂപീകരിച്ചിട്ടുണ്ട് വിവിധ സ്ഥാപനങ്ങളിൽ. ഒരു വാർഡ് കൂടി, ചില പഞ്ചായത്തിലൊക്കെ ഒരു വാർഡിൽ കൂടി ഭരണം കിട്ടിയിരുന്നെങ്കിൽ, ഒരു വാർഡിൽ കൂടി ജയിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഭരണം കിട്ടിയേനെ എന്ന് പറഞ്ഞ് കപ്പിനും ചുണ്ടിനും ഇടയിൽ ഭരണം
ഭരണം പോയിട്ടുള്ള കുറേ പഞ്ചായത്തുകളുണ്ട്. 941 പഞ്ചായത്ത് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലയിടങ്ങളിലും ഈ കപ്പിനും ചുണ്ടിനും ഇടയിലാണ് LDF-നും UDF-നും അങ്ങോട്ടും ഇങ്ങോട്ടും ഭരണം പോയിരിക്കുന്നത്. ഇപ്പോൾ ഗ്രാമപഞ്ചായത്തുകളിലെ കണക്ക് നമ്മൾ നോക്കിയാൽ 1375 പുതിയ വാർഡുകൾ ഗ്രാമപഞ്ചായത്തുകളിൽ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ 941 പഞ്ചായത്തുകളിലായി 1375 വാർഡുകളുണ്ട്. അപ്പോൾ അത്രയും മാറ്റം വരുമ്പോൾ ബ്ലോക്കിലാണെങ്കിൽ അത്രയില്ല. ബ്ലോക്കിൽ ഒരിടത്ത് മാത്രമാണ് പുതിയ വാർഡ്, പാലക്കാട് ജില്ലയിൽ മാത്രമാണ് ഒരു പുതിയ വാർഡുള്ളത്. ജില്ലാ പഞ്ചായത്തിലൊന്നും സീറ്റിൽ മാറ്റമില്ല. അതുകൊണ്ട് ജില്ലാ പഞ്ചായത്തിൽ നിലവിലുള്ള ഇക്വേഷൻ തുടരാനുള്ള ഒരു സാധ്യതയാണ്. ഒരുപക്ഷെ UDF ഒരു 2 പഞ്ചായത്തുകൾ കൂടി നേടാനായിട്ടുള്ളൊരു സാധ്യത. അങ്ങനെ ടാലി ഇപ്പോൾ 11-ൽ നിന്ന് 9-ലേക്ക് LDF താഴാനായിട്ടുള്ളൊരു സാധ്യതയാണ് നിലവിൽ ജില്ലാ പഞ്ചായത്തുകളിൽ കാണുന്നത്. ഒരുപക്ഷെ അവർക്ക് അതേ തൽസ്ഥിതി തുടരാൻ 11-ൽ തന്നെ തുടരാനുള്ള സാധ്യതയുമുണ്ട്. ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ മലപ്പുറത്ത് എന്ത് മാറ്റമുണ്ടാകും എന്നുള്ളതാണ് ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. കാരണം മലപ്പുറം ജില്ലയിൽ 94 പഞ്ചായത്തുകളുണ്ട്. അതിൽ 223 വാർഡുകൾ പുതുതായി വന്നിട്ടുണ്ട്. അവിടെയാണ് ഈ പറയുന്ന ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ സമസ്ത വിഷയമടക്കം കണ്ടുകൊണ്ടിരിക്കുകയാണ്, മുഷാവറ വിഷയമടക്കം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മലപ്പുറത്തൊക്കെ വരുന്ന മാറ്റം എന്താണ് എന്നത് നോക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പാലക്കാട് 88 ഗ്രാമപഞ്ചായത്തുകളിൽ 146 പുതിയ വാർഡുകൾ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ഭരണമാറ്റം വരും. ഭരണമാറ്റം വരാൻ അല്ലെങ്കിൽ നിലവിലുള്ള സ്ഥിതി മാറാനായിട്ടുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. തൃശ്ശൂർ ഇത്തവണ ഒരു ഹോട്ട്സ്പോട്ടാണ്. പ്രത്യേകിച്ചും തൃശ്ശൂരിൽ BJP ഒരു MP സ്ഥാനം ലോക്സഭയിലേക്ക് ആദ്യമായി കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് നേടുന്നത് തൃശ്ശൂരിലാണ്. തൃശ്ശൂരിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 86 പഞ്ചായത്തുള്ള തൃശ്ശൂരിൽ 136 വാർഡുകൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. എറണാകുളത്തും 129 വാർഡുകൾ പഞ്ചായത്തിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ പഞ്ചായത്തിൽ 941 പഞ്ചായത്തുകളിലും ഇത്തവണ ഈ പറയുന്ന കപ്പിനും ചുണ്ടിനും ഇടയിൽ ഭരണം പോയ ഇടങ്ങളിൽ അവിടെ ഒരുപക്ഷെ ഇടതുമുന്നണിക്ക് എഡ്ജ് കിട്ടാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. UDF-ന് തിരിച്ചുവരവിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ NDAക്ക് അല്ലെങ്കിൽ BJPക്ക് കടന്നുകൂടാൻ കഴിയുന്ന പല പഞ്ചായത്തുകളുമായി അത് മാറിയിട്ടുണ്ട്. ഇവിടെ ഒരു പരാതി വന്നിരിക്കുന്നതും കൂടി നമ്മൾ നോക്കണം. ഈ കോർപ്പറേഷനുകളിൽ എറണാകുളത്ത് മാത്രമാണ് 2 ഡിവിഷനുകൾ കൂടിയിട്ടുള്ളത്. ഈ രാഷ്ട്രീയ പാർട്ടികളിലും മുന്നണികളിലുള്ള പ്രധാനപ്പെട്ട ആശങ്ക ഈ വാർഡ് വിഭജനം ആരെ തുണയ്ക്കും? കാരണം ഇടതുപക്ഷം 2 ടേമായി ഭരണത്തിലിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഫേവറബിൾ ആയിട്ടാണ് ഈ വാർഡ് വിഭജനം നടത്തിയിരിക്കുന്ന ഒരു പരാതി വ്യാപകമായിട്ടുണ്ട്. അപ്പോൾ അത് ആർക്കാണ് അഡ്വാൻറ്റേജ് ഉണ്ടാക്കിയത് എന്നതും പ്രധാനപ്പെട്ട വിഷയമാണ്. പിന്നെ 2020 അപേക്ഷിച്ച് നോക്കുമ്പോൾ BJP കഴിഞ്ഞ 5 വർഷം കൊണ്ട് സംസ്ഥാനത്ത് നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അവരുടെ വോട്ട് വിഹിതം കൂട്ടിക്കൊണ്ടുവരികയാണ്. അത് ഈ പഞ്ചായത്തുകളിൽ, അതുപോലെ ജില്ലാ പഞ്ചായത്തുകളിൽ, കോർപ്പറേഷനുകളിൽ, മുനിസിപ്പാലിറ്റികളിൽ നിലവിൽ പന്തളവും പാലക്കാടും മാത്രമാണ് അവരുടെ കയ്യിലുള്ളത്. അത് കൂട്ടാൻ തൃശ്ശൂർ കോർപ്പറേഷനും തിരുവനന്തപുരം കോർപ്പറേഷനും നന്നായി ഫോക്കസ് ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലൊക്കെ ഭരണം പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ മാറ്റമായിട്ട് മാറും. അപ്പോൾ അവിടെയാണ് ഈ രാഷ്ട്രീയ ആരോപണങ്ങളും കൂടി വരുന്നത്. പ്രത്യേകിച്ചും CPM-ന്റെ തന്നെ ഒരു പ്രാദേശിക നേതാവ് വന്ന ആരോപണം ഉന്നയിക്കുകയാണ്, അത് അവർക്ക് സീറ്റ് കിട്ടാത്തത് കൊണ്ടാണെന്നൊക്കെ പറയുന്നു. പക്ഷേ അവിടെ നല്ല രീതിയിലുള്ള ഒരു ഫൈറ്റ് നടക്കും. തിരുവനന്തപുരവും തൃശ്ശൂരും നല്ല രീതിയിലുള്ള ഒരു ഫൈറ്റ് ഈ 3 മുന്നണികൾക്കും ഇടയിൽ നടക്കും. അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റികളിൽ നടക്കും. അപ്പോൾ വാശിയേറിയ ഒരു പോരാട്ടമായിരിക്കും ഉണ്ടാവുക എന്നതിൽ ഒരു സംശയവുമില്ല. അപ്പോൾ തന്നെ BDJസുമായിട്ടുള്ള ധാരണയാകാത്ത കാര്യങ്ങൾ അതൊക്കെ പരിഹരിക്കണം. അതുപോലെ തന്നെ സീറ്റ് വിഭജനം CPM-നായാലും കോൺഗ്രസിനായാലും സഖ്യകക്ഷികളുമായിട്ടുള്ള സീറ്റ് വിഭജനത്തിലൊക്കെ പല തർക്കങ്ങളും നിലനിൽക്കുന്നുണ്ട്. പലരും അതൃപ്തരായി നിൽക്കുന്നുണ്ട്, വിമതരായി മത്സര രംഗത്തുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് എങ്ങനെയായിരിക്കും ഈ ഒരു സമവാക്യം രൂപപ്പെടുക, അത് നിലവിലുള്ള ടാലിയിൽ നിന്നും എന്ത് മാറ്റമായിരിക്കും ഉണ്ടാക്കുക എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഇത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കൃത്യമായി ഭരണവിരുദ്ധ വികാരത്തിൻ്റെയോ ഭരണാനുകൂല വികാരത്തിൻ്റെയോ നേരിട്ടുള്ള ഒരു പ്രതിഫലനം നിയമസഭയിലെ പോലെ ഉണ്ടാക്കില്ല എങ്കിലും ഇതൊരു റിഫ്ലക്ഷൻ ആയിരിക്കും. കാരണം നിയമസഭയിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ട്രെൻഡ് അറിയാൻ പറ്റുന്ന ഒരു റിഫ്ലക്ഷൻ എന്തായാലും ഉണ്ടാകും ആളുകളുടെ ഭാഗത്തു നിന്ന്, അവരുടെ വോട്ടിംഗ് പാറ്റേൺ മാറിയതിൽ നിന്ന് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇടതുപക്ഷത്തിന് ഒരു അഡ്വാൻറ്റേജ് പൊസിഷൻ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ റീഡിംഗ്. റൈറ്റ്. തദ്ദേശ തിരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സൂചകമാകുമോ, സർക്കാരിന്റെ വിലയിരുത്തലാകുമോ എന്നുള്ളതാണ് ചോദ്യം. ആന്റോ ഗസ്റ്റർ. സർക്കാരിൻ്റെ വിലയിരുത്തലായാൽ അത് LDF സർക്കാരിന് ഗുണം ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഒരു 2-3 പദ്ധതികൾ ഞാൻ പറയാം. ഒന്ന്, ഈ വന്യജീവി നിയമ ഭേദഗതി ബില്ലുണ്ടല്ലോ. പിന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏകദേശം 400ഓളം പഞ്ചായത്തുകളെ അല്ലെങ്കിൽ പിന്നെ മലയോര മേഖലയെ മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ വന്യജീവി പ്രശ്നം. അത് നിയമഭേദഗതി കൊണ്ടുവന്നത് LDF സർക്കാരാണ്. അത് ആ ഏരിയയിൽ ആ കാലത്ത്, കാരണം എനിക്ക് തോന്നുന്നു 3 മാസം മുന്നേ ചർച്ച ചെയ്യുന്ന സമയത്ത് അയ്യോ നീ പഞ്ചായത്ത് ഇലക്ഷന് മുൻപ് കൊണ്ടുവന്നതാണ് അതൊന്നും ഇപ്പോൾ ആരും ചർച്ച ചെയ്യുന്നില്ല. അതെന്താ പോലും ഇപ്പോൾ ചർച്ച ചെയ്യാത്തത്? കാരണം ആ ദിവസം, അത് വന്ന ദിവസം അതിനൊക്കെ തകർക്കാൻ വേണ്ടിയിട്ട് ഏക മാർഗ്ഗം എന്ന് പറയുന്നത് അത് പഞ്ചായത്ത് ഇലക്ഷനെ അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ്റെ മുൻപായിട്ട് കൊണ്ടുവന്ന ഒരു സംവിധാനമാണ് എന്ന് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ലേ. അപ്പോൾ അതൊരു ഭേദഗതി തന്നെയാണ്. ആ ഭേദഗതി അതിനെ അംഗീകരിക്കാത്ത ഒരു പ്രശ്നം എന്നുള്ളത് അതിനെ കണ്ടാൽ മതി. അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ വീട്ടമ്മമാരുടെ പെൻഷൻ സ്കീം. ഈ വീട്ടമ്മമാരുടെ 30 തുടങ്ങി 65 വയസ്സ് വരെയുള്ള വീട്ടമ്മമാർക്ക് 1000 രൂപ പെൻഷൻ കൊടുക്കാം എന്ന് പറഞ്ഞ സ്കീമും ഡയറക്റ്റായിട്ട് സാധാരണ ജനങ്ങളിലേക്ക് എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം ഈ പിന്നെ എന്താണ് നമ്മുടെ സാധാരണ പെൻഷൻ, ഈ പെൻഷൻ 1600 എന്നുള്ളത് 2000 ആക്കിയത്. ഈ 3 കാര്യങ്ങൾ മാത്രം
മാത്രം എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള സർക്കാരിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും മാറ്റി നിർത്തിക്കും. ഈ 3 പ്രശ്നങ്ങൾ മാത്രം എടുത്താൽ തന്നെ വലിയ മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ കിഫ്ബിനെ ഭയങ്കരമായിട്ട് കുറ്റം പറഞ്ഞായിരുന്നല്ലോ. ഈ കിഫ്ബിനെ കുറ്റം പറഞ്ഞതിൻ്റെ ഗുണം കിട്ടാൻ പോകുന്നത് ഇപ്പോഴാണ്. കാരണം അടിസ്ഥാന വികസനം 1 ലക്ഷം കോടി രൂപയുടെ അടിസ്ഥാന വികസനം നടത്തിയത് കേരളത്തിലാണ്. കാരണം ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിലും 1 ലക്ഷം കോടി രൂപയ്ക്ക് അധികം അടിസ്ഥാന വികസനത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടാവില്ല. സ്കൂളുകൾ, കോളേജുകൾ, പാലങ്ങൾ, റോഡുകൾ, മലയോര ഹൈവേ, അങ്ങനെയുള്ള ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിച്ചെത്താൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് മുഴുവൻ എത്തിപ്പെടുന്ന സംവിധാനം ഉണ്ടായത് മുഴുവൻ അങ്ങനെയാണ്. ഈ പറയുന്ന കിഫ്ബി പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റോടുകൂടി തന്നെയാണ്. അപ്പോൾ അതുപോലത്തെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിച്ചെല്ലുമ്പോൾ നോക്കിയാൽ ഇപ്പം നമ്മൾ പഴയ പോലെയാണ്. ഒരു 10 വർഷം മുന്നേ കേരളത്തിൻ്റെ മലയോര മേഖലയിൽ കൂടെ പോകുന്ന ഒരവസ്ഥയാണോ ഇന്ന് കേരളത്തിൻ്റെ മലയോര മേഖലയിൽ കൂടെ പോകുന്നതെന്ന് ചിന്തിച്ചാൽ മതി. എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളോടും നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. ഇവിടുന്ന് ഇടുക്കിയിലേക്ക് പോകുന്ന സംവിധാനങ്ങൾ നിങ്ങൾ നോക്കിക്കോളൂ. പല പഞ്ചായത്തുകളും കോർപ്പറേഷനും ബിൽഡിങ്ങുകൾ പോയി നോക്കിക്കോളൂ. പല പഞ്ചായത്ത് കോർപ്പറേഷൻ ബിൽഡിങ്ങുകളൊക്കെ വലിയ രീതിയിൽ മാറ്റം വന്നു. വലിയ ഈ കളിസ്ഥലങ്ങൾ നോക്കിക്കോളൂ. കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ടർഫുകൾ വന്നില്ലേ, എല്ലാ സ്ഥലങ്ങളിലും ജിമ്മുകൾ വന്നില്ലേ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരിട്ട് കാണുന്ന മാറ്റം ഇത് 10 വർഷം മുൻപ് ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ എന്തൊക്കെ മാറ്റമാണ് ഇപ്പോൾ നമ്മൾ നേരിട്ട് കാണുന്നത്. അതാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ അനുമതി, അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയ നേട്ടം എന്ന് വേണമെങ്കിൽ പറയാം. ഭരിച്ചത് കൊണ്ട് കിട്ടിയ നേട്ടം. അപ്പോൾ ഈ വികസനം ആണ് സർക്കാരിൻ്റെ വിലയിരുത്തലാകുന്നതെങ്കിൽ അത് വലിയ ഗുണം ചെയ്യാൻ പോകുന്നത് CPM-നാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനാണ്. ഇനി അങ്ങോട്ട് നോക്കിക്കോളൂ. ഇനിയിപ്പം നമ്മൾ പറയാം, ഇനി പാർട്ടി പിൻബലമാണെന്ന് നോക്കുക. പാർട്ടി ബലത്തിൽ നോക്കുകയാണെങ്കിൽ ഇടതുപക്ഷമാണ് കേരളത്തിലെ ഏറ്റവും അടിത്തറയുള്ള പാർട്ടി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 10-30,000 ലോക്കൽ കമ്മിറ്റികൾ, ഏരിയ കമ്മിറ്റികൾ, ബ്രാഞ്ച് കമ്മിറ്റികൾ, പിന്നെ അങ്ങനെയാണ് ജില്ലാ കമ്മിറ്റി തുടങ്ങി താഴേക്കുള്ള ഒരു ശക്തമായ പാർട്ടിയാണ് എന്ന് പറയുന്നത്. അപ്പം എല്ലാ രീതിയിലും ഇപ്പോൾ ഒരു വാർഡിൽ ചെന്ന് നോക്കിയാൽ ചിലപ്പോൾ ഒരു വാർഡിൽ 2 പിന്നെ ലോക്കൽ കമ്മിറ്റികളുണ്ടാവും. ഒരു വാർഡിലാണ് ഞാൻ പറയുന്നത്. അപ്പം അത്രയധികം വലിയ മാറ്റങ്ങൾ വരുത്താൻ പെട്ടെന്ന് കഴിയുക എന്ന് പറയുന്നത് CPM-നെ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം പല ബൂത്തുകളിലും പല വാർഡിലും ചെന്ന് നോക്കിയാൽ അവിടെ ബൂത്ത് കമ്മിറ്റികൾ തന്നെ ഇല്ല. ആ ബൂത്ത് കമ്മിറ്റികൾ ഉണ്ടാക്കി സ്ഥാനാർത്ഥികളെ കണ്ടെത്തി നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നെട്ടോട്ടം കാണും. ഇപ്പം ഞാൻ LDF-ൻ്റെ ഭാഗത്ത് അങ്ങനെ നോക്കിയാൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിനെ കണ്ടെത്താൻ വേണ്ടി ഒരു നെട്ടോട്ടം ഇല്ല. കാരണം സീറ്റിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമൊക്കെ ഉണ്ടാവും. ഞങ്ങൾക്ക് കിട്ടിയില്ല, CPI കിട്ടിയില്ല, CPM കിട്ടിയില്ല, RJD കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ തർക്കങ്ങളുണ്ടാവാം. അത് ചിലപ്പം മലപ്പുറം ജില്ലയിൽ UDF-ന് അങ്ങനത്തെ വലിയ പ്രശ്നം ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം മലപ്പുറം ജില്ലയിൽ ലീഗ് കുറച്ചും കൂടെ ശക്തമായതുകൊണ്ട് ലീഗിൻ്റേതായ കുറേ കാര്യങ്ങൾ. എറണാകുളം ജില്ലയിൽ ചിലപ്പോൾ കോൺഗ്രസ് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞെന്ന് വരും. മലയോര മേഖലയിൽ ഇപ്പോൾ വയനാട് പോലെയുള്ള സ്ഥലങ്ങൾ, പത്തനംതിട്ട പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു പരിധി വരെ ചിലപ്പോൾ നല്ല പ്രവർത്തിക്കാൻ പറ്റിയെന്ന് വരും. ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ കേരള കോൺഗ്രസ് LDF-ൻ്റെ ഭാഗമായതോടുകൂടി റോഷി അഗസ്റ്റിൻ്റെ ഞാൻ ഈ വലിയ രീതിയിൽ ഇപ്പോൾ നോക്കുന്ന പിന്നെ ഈ ഗ്രാസ് റൂട്ടിൽ നോക്കുന്ന സമയത്ത് ഈ റോഷി അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ വലിയ മാറ്റം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷത്തേക്ക് വലിയ രീതിയിൽ, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് M-ലേക്ക് വലിയ രീതിയിൽ ആൾക്കാർ എത്തിയിട്ടുണ്ട്. അവിടുത്തെ കോൺഗ്രസിനേക്കാളും അല്ലെങ്കിൽ കേരള കോൺഗ്രസിനെ ജോസഫിനേക്കാളും കൂടുതൽ ആൾക്കാർ അവിടെ M-ലേക്ക് വന്നു. അപ്പോൾ ഒരു സ്ഥലത്ത് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ്റെ സമയത്തൊക്കെ പറയുന്നത് എന്താ, അവിടെ ഈ ജോസ് കെ മാണിക്ക് അങ്ങനെ പിടിച്ചെടുക്കാൻ കഴിയില്ല പല സ്ഥലങ്ങളും എന്നാണ് പറഞ്ഞത്. അർഹിച്ച പ്രാതിനിധ്യം ജോസ് കെ മാണിക്ക് പാർട്ടിക്കും കൊടുക്കും. അല്ല, ഞാൻ പറയുന്നത് പിടിച്ചെടുക്കാൻ കഴിയില്ല. കാരണം അത് ഒരു കോൺഗ്രസ് മനസ്സുള്ളവരാണ് കേരള കോൺഗ്രസ്സുകാരെന്ന് എപ്പോഴും പറയുമല്ലോ. അവർക്കൊന്നും ഈ കേരള കോൺഗ്രസ് M-ൻ്റെ കൂടെ LDF-ൻ്റെ കൂടെ നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളൂ. പക്ഷേ അങ്ങനെയല്ല. മലയോര മേഖലകളിൽ ഇപ്പോൾ ഇടുക്കിയിലൊക്കെ വലിയ മാറ്റം കേരള കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ഈ പാലാ മേഖലയിൽ എത്ര ആൾക്കാരാണ് ജോസ് കെ മാണിൻ്റെ കൂടെ വരുന്നത്. വലിയ രീതിയിലൊരു മാറ്റം അവിടെ സംഭവിക്കുന്നത്. അപ്പം കേരള കോൺഗ്രസ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിന് കോൺഗ്രസിന് അനുകൂലമായൊരു നിലപാട് ഒരു പക്ഷേ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറ്റാൻ വേണ്ടി കേരള കോൺഗ്രസ് M-നെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം വലിയ രീതിയിലുള്ള അടിസ്ഥാന വികസനം അടിസ്ഥാന ലെവലിൽ പാർട്ടിക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം ഇതുപോലെയുള്ള പ്രവർത്തനം ഇപ്പോൾ തിരുവനന്തപുരത്ത് BJP-ക്ക് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം രാജീവ് ചന്ദ്രശേഖരൻ പ്രസിഡന്റ് ആയതിനു ശേഷം, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രസിഡന്റ് സ്ഥാനം V മുരളീധരനെ വെച്ച് നോക്കുമ്പോഴും, അല്ലെങ്കിൽ K സുരേന്ദ്രനെ വെച്ച് നോക്കുമ്പോൾ എത്ര രീതിയിൽ ഇറങ്ങിത്തരാം, ഏത് ജനങ്ങൾ നേതാക്കന്മാരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്നുണ്ട്. ബൂത്തിൽ പല ആൾക്കാർക്കും അറിയില്ല. കാരണം ഈ K സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ V മുരളീധരനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ശ്രീധരൻപിള്ളയെ സംബന്ധിച്ചിടത്തോളം ഒരു ബൂത്തിൽ ചെന്നിട്ട് ആ നേതാവിൻ്റെ പേരെടുത്ത് വിളിക്കാനുള്ള അറിവുണ്ടായിരുന്നു. ആ ഒരു സംവിധാനം ഈ പറഞ്ഞ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഇത് BJP സംവിധാനത്തിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പല ബൂത്തുകളിലും അങ്ങനെയാണ് നടക്കുന്നത്. ജില്ലാ നേതാക്കന്മാർക്ക് അറിയില്ല എന്നുള്ളതല്ല. പ്രസിഡന്റ് നേരിട്ടല്ല, ഇപ്പോൾ അത് മറ്റൊരു പ്രൊഫഷണൽ രീതിയിലേക്ക് മാറ്റി ഓരോ സ്ഥലത്തും ഇത് കോർപ്പറേറ്റ് കമ്പനി അല്ലല്ലോ നടത്തിക്കൊണ്ട് പോകുന്നത്. ഇത് പാർട്ടിയാണ്, നാഷണൽ പാർട്ടിയാണ്. അതിനനുസരിച്ചുള്ള മാറ്റവും വരും. അല്ല, അതാണ് നോക്കാം നമുക്ക്. അപ്പം ഇത് എന്താണ്, ഇപ്പം കയ്യിലുള്ള പഞ്ചായത്ത് നിലനിർത്തണമല്ലോ, കയ്യിലുള്ള മുനിസിപ്പാലിറ്റിയിൽ നിലനിർത്തണമല്ലോ. ഇപ്പോൾ പാലക്കാട് നിലനിർത്തണം, പന്തളം നിലനിർത്തണം, തിരുവനന്തപുരം പിന്നെ ഇപ്പം കിട്ടിയതിനേക്കാളും കൂടുതൽ കിട്ടണം. അപ്പോൾ ഇവിടെയൊക്കെ മാറ്റം വരുന്നെങ്കിൽ എന്താണ് ചെറിയ മാറ്റം. ഇപ്പം നേരത്തെ കപ്പിന് ചൂണ്ടി, തിരുവനന്തപുരം കപ്പിന് ചൂണ്ടിൻ്റെ ഇടയിലല്ല കേട്ടോ.
കപ്പിളിഞ്ഞിട്ട് ഇനി വലിയ മാറ്റം 30-35 സീറ്റെങ്കിലും കൂടുതൽ കിട്ടിയാൽ മാത്രമാണ് അങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ. കോൺഗ്രസ് സ്ട്രോങ് തിരുവനന്തപുരത്തൊക്കെ കോൺഗ്രസ് സ്ട്രോങ് ആവുന്നതോടുകൂടി എന്ത് സംഭവിക്കുക? കോൺഗ്രസ് സംബന്ധിച്ച് CPM അവിടെ തന്നെ ഉണ്ടാവും, ഇടതുപക്ഷം അവിടെ തന്നെ ഉണ്ടാവും. വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. വരാൻ പോകുന്നത് എന്താ? BJPയിൽ നിന്ന് ഇങ്ങോട്ടാണ് വോട്ട് ചോർച്ച ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് സ്ട്രോങ് ആകും തോറും. കോൺഗ്രസ് സ്ട്രോങ് ആകുന്ന സ്ഥലങ്ങളൊക്കെ അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇനി തൃശ്ശൂർ MT രമേശിൻ്റെ നേതൃത്വത്തിൽ ചില നല്ല വർക്കാണ് നടക്കുന്നത്. ചെറിയ വർക്കായിട്ട് കാണാൻ കഴിയില്ല. നല്ല രീതിയിൽ അവിടെ മാറ്റം ചിലപ്പോൾ വന്നുകൂടായില്ല. അവിടെ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ പാലക്കാട് എന്ന് പറയുന്നത് ഈ ആൾക്കാർക്കൊക്കെ സീറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ പറയുന്നത് ചെയർപേഴ്സന് പോലും സീറ്റില്ല എന്ന് പറയുന്നത്. അപ്പോൾ സീറ്റ് കൊടുത്തില്ല ഏത് രീതിയിൽ പ്രവർത്തിക്കും എന്നുള്ളത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ പിന്നെ ചെയർപേഴ്സൻ്റെ കൂടെ ഒരു ഫോട്ടോയൊക്കെ ഒരു ജാഥയൊക്കെ കണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഏത് രീതിയിൽ പ്രതിഫലിക്കും? അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി കണ്ടു തന്നെയായിരിക്കും ചിലപ്പോൾ ഇവരൊക്കെ നീങ്ങുന്നുണ്ടാവുക. അപ്പോൾ ഇനി അങ്ങോട്ടുള്ളതാണ്, ഇനി സംഭവ ബഹുലായിരിക്കും കേരളത്തിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഈ സംഭവ ബഹുലെന്ന് പറഞ്ഞാൽ ചിലപ്പം ഒരു MLA മാറിയാലോ അല്ലെങ്കിൽ MP-യുടെ രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ നമ്മൾ വലിയ ചർച്ച ചെയ്യും. പഞ്ചായത്ത് ലെവലിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. പല പഞ്ചായത്തുകളിലും പല പിന്നെ മുനിസിപ്പാലിറ്റികളും വലിയ രീതിയിൽ ചർച്ച നടക്കുന്നുള്ളതാണ്. അപ്പം ഈ കേരളത്തിലുള്ള മുനിസിപ്പാലിറ്റികൾ ഒരെണ്ണം മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസ് ഏത് കണ്ണൂർ കോർപ്പറേഷൻ മാത്രമേ കോൺഗ്രസിൻ്റെ കയ്യിലുള്ളൂ. ബാക്കിയുള്ള കോൺഗ്രസ് പിടിച്ചെടുക്കണം. ആ പിടിച്ചെടുക്കാൻ മാത്രമുള്ള ഇപ്പോൾ കോഴിക്കോട് നല്ല രീതിയിൽ പ്രവർത്തനം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ എറണാകുളത്ത് നല്ല രീതിയിൽ പ്രവർത്തനം നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ സീറ്റ് പിടിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ, ഭരണം പിടിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ, അത്ര രീതിയിലുള്ള മാറ്റം വരുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ മാറ്റം വരുത്താൻ കഴിയണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഒരു വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം വരണം. അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം ഇപ്പോൾ ഇടതുപക്ഷ സർക്കാരിനെതിരെ ഉണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. ഞാനിപ്പോൾ ചോദിക്കുകയാണ്, ഇപ്പം ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയമല്ലെങ്കിൽ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ എന്തെടുത്ത് ചർച്ച ചെയ്തേനെ? ഇതിപ്പോൾ കൊണ്ട് ലോട്ടറി കിട്ടിയ പോലെ ഒരു സാധനം കിട്ടിയാണ്. ഒരു പ്രധാന കഴിഞ്ഞ 9 വർഷമായിട്ട് ഒരു അഴിമതി ആരോപണം പോലും ഈ സമയം വരെ ശക്തമായിട്ട് ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് മറച്ചു വെച്ചതാണ് ഇപ്പോൾ പൊങ്ങി വെച്ചത്. 2019-ലാണ് 2019-ലാണ് 2020 ലോക്കൽ ബോഡിയിൽ നിങ്ങൾ ശബരിമലയിലേക്ക് സ്ത്രീ പ്രവേശനം നടത്തുന്ന പറഞ്ഞ് കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ പന്തംകൊളുത്തി പ്രവേശനം നടത്തിയ പാർട്ടികളാണ് ഇവരെല്ലാം. മനസ്സിലായില്ലേ? എന്നിട്ട് അന്ന് തോറ്റിട്ടില്ല. അന്ന് 555 സീറ്റോട് കൂടിയിട്ട് ഏറ്റവും കൂടുതൽ പിന്നെ ലോക്കൽ ബോഡിയിൽ കിട്ടിയത് ഇടതുപക്ഷ സർക്കാരിനാണ്, ഇടതുപക്ഷ ബോഡികളാണ് ഭരിച്ചത്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇപ്പം അതിനേക്കാളും ഇപ്പോൾ നോക്കിക്കേ, 2025 ആകുമ്പോൾ 2025 അത്രയും ബഹളം ഇല്ലയെന്ന് ഞാൻ പറയുന്നത്. അത്രയും ബഹളം നടക്കുന്നുണ്ടോ ഇപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട്? അന്നത്തെ 2020 അത്രയും 19 ഉണ്ടായിരുന്ന അത്രയും പ്രശ്നം ഇപ്പോൾ നടക്കുന്നുണ്ടോ? ഇല്ല. അപ്പം അതൊന്നും കണ്ടിട്ട് അതാണ് സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നും തോന്നുന്നില്ല. അത് കത്തിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ആ രീതിയിൽ കത്തിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. അത്രയധികം കത്തിക്കാൻ കഴിയുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അതൊരു വലിയ രീതിയിൽ വാർത്തയാവുന്നേ ഇല്ല. ചില ആൾക്കാരും ചില ചാനലുകൾ മാത്രം അതെടുത്തിട്ട് ചർച്ച ചെയ്യുന്നതിനേക്കാൾ അപ്പുറം ഗ്രാസ് റൂട്ടിലേക്ക് ഇത് ഇറങ്ങുന്നുണ്ടോ? ഗ്രാസ് റൂട്ടിലേക്ക് ഇറങ്ങണമെങ്കിൽ 2010 സ്ത്രീ പിന്നെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അന്നുണ്ടായ അത്രയും ഗുണം അന്ന് 2020 തന്നെ പ്രതിഫലിക്കണ്ടായിരുന്നോ? അന്ന് പ്രതിഫലിച്ചിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ 2025 പ്രതിഫലിക്കാൻ പോകുന്നത് അതും കാരണം ഇപ്പം കിട്ടുന്ന 2020 അകത്ത് ക്ഷേമ പെൻഷൻ കൂട്ടിയിട്ടില്ല കേട്ടോ. ഈ വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുത്തിട്ടില്ല കേട്ടോ. ഈ വന്യജീവി പ്രശ്നം തീർത്തിട്ടില്ല കേട്ടോ. ഇതൊക്കെ തീർത്ത് ഇപ്പോഴാണ്. അന്നത്തേക്കാളും നല്ല റോഡാണ്, 2020-നേക്കാളും നല്ല റോഡാണ്, നല്ല പാലങ്ങളാണ്, ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. 5 ലക്ഷം ലൈഫ് മിഷന് വീട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കൊടുത്തത് ഇപ്പോഴാണ്. ഇതൊക്കെ ജനങ്ങൾ ഈ കിട്ടിയവരൊക്കെ കിട്ടിയില്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളിങ്ങനെ പൊതുബോധം സൃഷ്ടിക്കുന്ന പോലെയല്ലല്ലോ. അവർക്കത് റിയാക്ട് ചെയ്യും, അവർക്കത് മനസ്സിലാവും എന്താണ് എന്നുള്ളത്. അപ്പം അന്ന് വേറൊരു കാര്യം പറയുന്നത് എന്താ അറിയോ? പിന്നെ കിറ്റ് കൊടുത്തുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടാ. കിറ്റ് കൊടുത്തതൊന്നും അല്ല ജനങ്ങൾ വോട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനുള്ള കാര്യം 2021-ലും 2020-ലൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അതുപോലെയല്ല, അതിനേക്കാളും വലിയ ഗുണമാണ് ഈ ഇലക്ഷനിൽ നടക്കാൻ പോകുന്നുള്ള എൻ്റെ അഭിപ്രായം. ഈ തെരഞ്ഞെടുപ്പ് എല്ലാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും ഇടതുമുന്നണിക്ക് ഒരു നേരിയ മുൻതൂക്കമുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് പൂർണ്ണമായ അർത്ഥത്തിൽ സർക്കാരിൻ്റെ വിലയിരുത്തലാവില്ല. പക്ഷേ സർക്കാരിൻ്റെ പ്രകടനം ഈ തിരഞ്ഞെടുപ്പിൽ, തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചേക്കാം എന്നുള്ളതാണ്. അതിൻ്റെ ഒരു സൂചന നമുക്ക് കാണാൻ സാധിക്കും. ഈ തെരഞ്ഞെടുപ്പ് തദ്ദേശ തിരഞ്ഞെടുപ്പ് നേരിടാൻ പോകുമ്പോൾ എന്താണ് സർക്കാരിന് മുന്നിലെ അവസ്ഥ? നമുക്ക് തദ്ദേശത്തിലെ കണക്കുകൾ മാത്രം നോക്കിയാൽ അതിലെത്രത്തോളം കോൺഫിഡൻസ് ഉണ്ട് എന്ന് പറയാൻ പറ്റും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ പറഞ്ഞതുപോലെ ഏതൊരു തദ്ദേശ തിരഞ്ഞെടുപ്പിലും രാഷ്ട്രീയമായ വിധി എഴുതുന്നത് പഞ്ചായത്തോ ബ്ലോക്ക് പഞ്ചായത്തോ അല്ല, അത് ജില്ലാ പഞ്ചായത്താണ്. ജില്ലാ പഞ്ചായത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? 11-3 11 ഇടങ്ങളിൽ ഇടതുമുന്നണിയും 3 ജില്ലകളിൽ മാത്രമാണ്. എന്താണ് ജില്ലാ പഞ്ചായത്തിൽ 3 പോയത്? അത് യഥാർത്ഥത്തിൽ ഇൻഡിക്കേഷൻ ആയിരുന്നു. അതാരും തിരിച്ചറിയാതെ പോയി. സ്വർണ്ണക്കടത്തിൻ്റെ പേരിൽ, ബിരിയാണിയുടെ പേരിൽ, ചെമ്പിൻ്റെ പേരിൽ ഒക്കെ, ഖുറാൻ്റെ പേരിൽ, പിന്നെ ഈന്തപ്പഴത്തിൻ്റെ പേരിലൊക്കെ സ്വർണ്ണക്കടത്ത് നടത്തി എന്നുള്ള വലിയ കഥ ഇങ്ങനെ കെട്ടിച്ചമച്ചു. ആ കഥ കെട്ടിച്ചമച്ച സമയത്താണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 11 ജില്ലാ പഞ്ചായത്തുകൾ LDF-നോടൊപ്പം നിന്നു. 3 മാത്രമാണ് UDF-ന് കിട്ടിയത്. MLA-ക്ക് തുല്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ എല്ലാം
നോക്കൂ, ഇതിന്റെ നേരെ പ്രതിഫലനമാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 42 മണ്ഡലങ്ങളാണ് 20,000-ലധികം ഭൂരിപക്ഷമുള്ളത്. 42 മണ്ഡലങ്ങൾ. അതായത് ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിന് പോകും മുമ്പ് തന്നെ 42 മണ്ഡലങ്ങളിൽ യഥാർത്ഥത്തിൽ LDF-നെതിരെ മത്സരമില്ലെന്ന് പറയുന്നത്. കാരണം 20,000 ആ ഭൂരിപക്ഷം കുറയ്ക്കണമെങ്കിൽ അത്രയും വലിയ ആന്റി ഇൻകുംബൻസി MLA-ക്കെതിരെയും ഉണ്ടാവണം, സർക്കാരിനെതിരെയും ഉണ്ടാവണം. ഇത് രണ്ടും ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇല്ല എന്നുള്ളതാണ്. ഞാനത് പറയാം. 69 മണ്ഡലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 10,000-ന് മുകളിൽ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളുണ്ട്. ഇത് 2021 തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുടെ കണക്കെടുത്താൽ ഏകദേശം ഒരു കോറിലേഷൻ ഉണ്ട് എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പും 20 തദ്ദേശ തെരഞ്ഞെടുപ്പും തമ്മിൽ ഒരു കോറിലേഷൻ കാണാം. എന്നാൽ ഈ കോറിലേഷൻ അതേപടിയല്ല 2016-15 വർക്ക് ചെയ്തത്. 2015 കണക്ക് നമ്മുടെ മുന്നിലുണ്ടല്ലോ. അന്ന് 37.4% LDF-ന് കിട്ടിയ വോട്ട്, 37.2% UDF-ന് കിട്ടിയ വോട്ട്. നെക്ക് ടു നെക്ക് ആയിരുന്നു. അപ്പോൾ എല്ലാവരും കരുതി അത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്. പക്ഷേ ഫലം വരുന്ന സമയത്ത്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്തേക്ക് അത് 45% ഉയരുന്നതായിട്ടാണ് കാണുന്നത്. 43% ഉയരുന്നതാണ് കാണുന്നത്. സീറ്റിന്റെ വർധനവോ 91 സീറ്റിലേക്ക് പോയി. പ്രത്യേകത എന്താണെന്നറിയോ? ഈ മലപ്പുറം പോലെയുള്ള ജില്ലകളിലൊക്കെ കൂടുതൽ UDF-ന് വോട്ട് കിട്ടും. അങ്ങനെയാണ്, അല്ലാതെ അതാണ്. അപ്പൊ 2015-2016 തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സൂചന നമ്മൾ വോട്ട് പെർസെൻറ്റേജിന്റെ വെച്ചാണ് കണക്കാക്കുന്നതെങ്കിൽ ഒരു നേരിയ സൂചന മാത്രമേ LDF-നുള്ളൂ. പക്ഷേ അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും അത് വലിയ വർധനയായിട്ടാണ് മാറുന്നത്. 91 സീറ്റുകളിലേക്ക് മാറുകയാണ്. അവിടെ പൂർണ്ണമായിട്ടും പരാജയപ്പെടുന്നു. പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നു. അപ്പോൾ ആ കോറിലേഷൻ എപ്പോഴും വർക്കാവണമെന്നില്ല, കൃത്യമായ സൂചനയില്ല. പക്ഷേ ജില്ലാ പഞ്ചായത്തിലെ വോട്ട് ഡിവിഷൻ നോക്കിയാൽ അതിനകത്തൊരു ബന്ധം കാണാം എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ കാര്യം, ഈ തിരഞ്ഞെടുപ്പിന് ഒക്കെ നമ്മൾ തയ്യാറെടുക്കുന്ന സമയത്താണല്ലോ തിരുവനന്തപുരത്തെ DCC പ്രസിഡന്റ് പാലോട് രവിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നത്. ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് വായിക്കാം. യഥാർത്ഥത്തിൽ എന്താണ് LDF-ൻ്റെയും UDF-ൻ്റെയും സാധ്യത എന്നുള്ളത് തിരുവനന്തപുരത്തിൻ്റെ DCC പ്രസിഡന്റ് പാലോട് രവി ജലീൽ പുല്ലമ്പാറയോട് പറഞ്ഞൊരു വാചകമുണ്ട്. കുടുംബസംഗമത്തിൽ വെച്ച് പറഞ്ഞ വാചകം നമ്മൾ വലിയ വാർത്തയാക്കിയതാണ്. സമയത്തിന് നോട്ടീസ് അടിച്ച് സ്ഥാനാർത്ഥികൾ പോയില്ലെങ്കിൽ നടക്കില്ല, വോട്ട് ചെയ്യില്ല, വീട്ടുകാരുമായി സമ്പർക്കം വേണം. 60 അസംബ്ലി മണ്ഡലങ്ങൾ വളരെ നിർണായകമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കോൺഗ്രസ് പാർട്ടി 3-ാം സ്ഥാനത്തേക്ക് ഉച്ചുകുത്തി വീഴും എന്നാണ്. മാർക്സിസ്റ്റ് പാർട്ടി ഭരണം തുടരുകയും ചെയ്യും. ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അതോടെ ഈ പാർട്ടിയുടെ അധോഗതിയാവും. പറയുന്നത് ഒരു ജില്ലയിലെ DCC പ്രസിഡന്റാ. കഷ്ടിച്ച് ഒരു 6-7 മാസം മുൻപ് നടന്ന സംഭാഷണമാണിത്. എന്ന് പറഞ്ഞാൽ ഇതാണ് അവസ്ഥ. അടിസ്ഥാനമായി അവിടെയാണ് ആൻറ്റി ഇൻകുംബൻസി ഈ 11 ജില്ലാ പഞ്ചായത്തുകളുടെ ഡിവിഷനുകളിലേക്കുമുണ്ടോ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച 69 നിയമസഭാ മണ്ഡലങ്ങളിൽ 10,000-ന് മുകളിൽ ഭൂരിപക്ഷമുള്ള LDF-ൻ്റെ മണ്ഡലങ്ങളിലെ MLA-മാർക്കെതിരെയുള്ള ആൻറ്റി ഇൻകുംബൻസിയും സർക്കാരിനെതിരെയുള്ള ആൻറ്റി ഇൻകുംബൻസിയും എത്രത്തോളം ശക്തമാണ് എന്നുള്ളത്. ഒരു ആൻറ്റി ഇൻകുംബൻസി തീരുമാനിക്കുന്നത് എന്താ? ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ കാര്യമായ പ്രയാസം സംഭവിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്നതുപോലെ മാസങ്ങളുടെ പെൻഷൻ കുടിശ്ശികയുണ്ടോ? ചോദ്യം നമ്പർ 1. മാസങ്ങളുടെ പെൻഷൻ കുടിശ്ശികയില്ല. മാത്രവുമല്ല, പെൻഷൻ 400 രൂപ കൂട്ടി 2,000 രൂപയായി വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടായി. 2 പെൻഷൻ അംഗങ്ങളുള്ളൊരു വീട്ടിൽ 4,000 രൂപ കിട്ടുന്നു എന്ന് മാത്രമല്ല, ഡിസംബർ മാസം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ കുടിശ്ശികയടക്കം 1,600 രൂപ കുടിശ്ശികയും 2,000 രൂപ ഈ മാസത്തെ പെൻഷനും അടക്കം 3,600 രൂപ, 3,600, 7,200 രൂപ ഒരു വീട്ടിലേക്ക് വരികയാണ്. ആ വീട്ടിലൊരു വീട്ടമ്മയുണ്ടെങ്കിൽ 1,000 രൂപ വരികയാണ്. വീട്ടമ്മമാരെ ചെറുതാക്കി കണക്കാക്കണ്ട. ബീഹാറിലെ തിരഞ്ഞെടുപ്പിൽ നിശ്ചയമായും സ്വാധീനം ചെലുത്താൻ പോകുന്നത് ഈ 10,000 രൂപ അവിടുത്തെ വീട്ടമ്മമാരുടെ അക്കൗണ്ടിലേക്ക് 1,25,00,000 ആളുകളുടെ വീട്ടിലേക്ക് പോയത് NDAക്ക് അനുകൂലമായിട്ടുള്ള മാറ്റമാകുമെന്ന് എക്സിറ്റ് പോളിൻ്റെ ട്രെൻഡ് നമ്മുടെ മുമ്പിൽ കിടക്കുക. ക്ഷേമപ്രഖ്യാപനങ്ങൾ ചെറുതല്ലാത്ത വിധത്തിൽ സ്വാധീനമുണ്ടാക്കും. അത് വോട്ട് വാങ്ങലല്ല, അത് വോട്ട് ഏതെങ്കിലും തരത്തിൽ ഔദാര്യത്തോടു കൂടി ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി കൊടുക്കുന്നത് ജനങ്ങളുടെ അവകാശമാണ് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. അതുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. പെൻഷന്റെ കാര്യത്തിൽ അതുണ്ടാവും. പെൻഷന്റെ കാര്യത്തിൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പിന്റെ കാര്യമില്ലേ, എക്സിറ്റ് പോളിനെ വെച്ചാൽ ഞാൻ ഈ പറയുന്നത്. യഥാർത്ഥത്തിലുള്ള ഭരണം വരുന്നത് അവിടെ ജനങ്ങൾ അനുഭവിച്ചറിയണം. ഇപ്പോൾ എനിക്ക് അനുഭവിച്ചറിയാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. കണക്കുകൾ, ഡാറ്റ സംസാരിക്കട്ടെ. ഞാൻ ഒറ്റ കണക്ക് മാത്രം പറയാം. ഞാൻ ഒരുപാട് കണക്കുകൾ നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുള്ളതാണല്ലോ. പ്രതിശീർഷ വരുമാനത്തിന്റെ കാര്യത്തിൽ കേരളത്തിലുണ്ടായ വർധന, ഇതൊന്നും നമ്മൾ പുറത്തധികം പറയില്ല കേട്ടോ. പ്രതിശീർഷ വരുമാനത്തിന് അതാണല്ലോ സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. പ്രതിശീർഷ വരുമാനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ 12-ാം സ്ഥാനത്തായിരുന്നത് 7-ാം സ്ഥാനത്തേക്ക് കുതിച്ചിട്ടുണ്ട് 2021 മുതൽ 25-ലേക്ക് എത്തുമ്പോൾ. എത്രയാ പ്രതിശീർഷ വരുമാനം? നമ്മളുടെ പ്രതിശീർഷ വരുമാനം നേരത്തെ ഉണ്ടായിരുന്നത് 1,94,232 രൂപയാണെങ്കിൽ 2022-2021 കാലത്ത് ഇപ്പോൾ അത് 3,08,338 രൂപയായിട്ട് ഉയർന്നു.
പ്രതിശീർഷ വരുമാനം വർദ്ധിച്ചു. ഏകദേശം ഡബിൾ. ഏകദേശം 4 വർഷം കൊണ്ട് സംഭവിച്ചിരിക്കുന്ന മാറ്റമാണ്. ഇതെങ്ങനെയാണ് ജനങ്ങൾക്ക് അനുഭവവേദ്യമാവുന്നത്? ഇത് ജനങ്ങൾക്ക് അവർക്ക് ലഭ്യമാകുന്ന തൊഴിലവസരങ്ങളിലൂടെയാണ് സാധ്യമാവുന്നത്. എങ്ങനെയാണ് തൊഴിലവസരം സാധ്യമാവുന്നത്? സംസ്ഥാനത്ത് സംരംഭങ്ങൾ തുടങ്ങുകയും ആ സംരംഭങ്ങളിൽ നിക്ഷേപം നടത്താൻ ആളുകൾ വരികയും ചെയ്യണം. ഇന്നലെയല്ലേ ഒരു പുരസ്കാരം കേരള സംസ്ഥാന സർക്കാരിന് കിട്ടിയത്? എന്തായിരുന്നു സാർ ആ പുരസ്കാരത്തിന് പേര്? ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. രണ്ടാമത്തെ തവണയല്ലേ 1ാം സമ്മാനം കിട്ടുന്നത്? കൊടുത്തത് കേന്ദ്ര സർക്കാരാ സുജയ പാർവതി. പീയൂഷ് ഗോയൽ. അതാണ് പീയൂഷ് ഗോയലാണ് കൊടുത്തത്. അത് ഞാൻ പറഞ്ഞത് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അത് CJP ആണെന്ന് പ്രേക്ഷകർ പറയരുത്. കാരണം കേന്ദ്ര സർക്കാർ വ്യക്തമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലുള്ള പുരസ്കാരം കൊടുക്കുന്നത്. ഇത്തവണ 3 കാറ്റഗറി അല്ല, 4 കാറ്റഗറിയിൽ നമ്മൾ ഒന്നാമതാണ്. ഫാസ്റ്റ് മൂവിംഗ് ആണ് എന്ന് പറഞ്ഞാൽ ഇഴയുന്ന കൊമ്പൻ എന്നായിരുന്നല്ലോ ശശി തരൂർ വിശേഷിപ്പിച്ചത്. അത് കുതിക്കുന്ന കടുവയായി മാറി എന്ന് ശശി തരൂർ എഴുതിയതുപോലെയാണ്. ഇവിടെ കേവലം 5 മിനിറ്റിനുള്ളിൽ ഒരു വ്യവസായ സംരംഭം തുടങ്ങാവുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറി എന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അത് എല്ലാ സംസ്ഥാനങ്ങളും മത്സരിച്ച വാണിജ്യ വ്യവസായ വകുപ്പിന്റെ ഇൻഡെക്സിലാണ് അത് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ തുടർച്ചയായി 2ാമത്തെ തവണയും 344ഓളം വിഷയങ്ങളിൽ 340 എണ്ണത്തിലും നമ്മൾ 1ാം സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ ഭരണനിർവഹണത്തിൻ്റെ കാര്യത്തിൽ ജനങ്ങൾക്ക് വീട്ടിലേക്ക് സേവനം എത്തിയില്ലേ? സ്മാർട്ട് സർവീസുകൾ വീട്ടിലേക്ക് പഞ്ചായത്ത് എത്തിയില്ലേ? വിവാഹമാണെങ്കിലും ശരി, അത് ഇനി വിവാഹമോചനമാണെങ്കിലും ശരി, അതിന് പക്ഷേ വീട്ടിലേക്ക് എത്തില്ല, അത് കോടതി പോയി സാധ്യമാവണം. മരണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ എന്താ സംഭവിക്കുക? നേരിട്ട് ഈ പറയുന്ന സർട്ടിഫിക്കറ്റുകൾ ബന്ധുക്കൾക്ക് കിട്ടുന്ന സാഹചര്യം, ബർത്തിൻ്റെ കാര്യത്തിൽ കിട്ടുന്ന സാഹചര്യം, ഇതെല്ലാം സേവനങ്ങൾ ജനങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ആൻറ്റി ഇൻകുംബൻസി എങ്ങനെ വിലയിരുത്തുക? ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മോശം സംഭവിക്കണം. അങ്ങനെയല്ലല്ലോ ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ പ്രതിശീർഷ വരുമാനത്തിലുള്ള വർധനവ്, ജനക്ഷേമ പദ്ധതികളിലുള്ള വർധനവ്, അത് ചെറിയ കാര്യമാണ്. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? അങ്ങനെയാണെങ്കിൽ കേന്ദ്രത്തിലും കേരളത്തിലും ഇതേ സർക്കാർ തന്നെ കുറെ വർഷം തുടരുമല്ലോ. അങ്ങനെ കേന്ദ്രത്തിൽ തുടരാൻ പോകുന്നത്? കേരളത്തിന്റെ കാര്യം ഇതല്ലല്ലോ സംഭവിച്ചു. കേന്ദ്രത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ പ്രതിനിധി ആദിൽ പാലോട് ബീഹാറിൽ പോയപ്പോൾ കാണിച്ച ലേബർ റൂമിനകത്ത് പായൽ പറ്റി പിടിച്ചിരുന്നു. അവിടെ ഡോക്ടർമാർക്ക് പകരം പ്രസവം എടുക്കാൻ വരുന്നത് ഹെഡ് നേഴ്സാ. അവിടെയുള്ള റിസപ്ഷൻ ഇന്നലെ പറഞ്ഞത് എന്താണ്? സർക്കാർ അനുകൂല വരുന്നത് തമ്മിൽ ഭേദം തൊമ്പൻ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത്രേ ഉള്ളൂ. അതിനോടൊപ്പം 10,000 രൂപ കൂടെ കൊടുക്കുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയാണോ അത് സാധ്യമാവുന്നത്? കേരളത്തിലെ സ്കൂളുകളിൽ നിങ്ങളൊന്ന് പോയി നോക്കൂ. അവിടെയുള്ള ശനിയാഴ്ച ദിവസം ബീഹാറിലെ സ്കൂളിലേക്ക് ആദിൽ പാലോട് പോയപ്പോൾ ഒരൊറ്റ കുഞ്ഞിനെ കണ്ടില്ല. അപ്പോൾ വർഷമായി തൊഴുത്തുണ്ടായിരുന്നു, അത് ലാലു പ്രസാദ് അവന്റെ വീട്ടിലായിരുന്നു. പക്ഷേ 20 വർഷമായിട്ട് ബീഹാർ ഭരിക്കുന്ന നിതീഷ് കുമാറിന്റെ ബീഹാറിലെ സ്കൂളിൽ ശനിയാഴ്ച മഴ, മാനത്ത് കാർമേഘം വന്ന സ്കൂളില്ല. അധ്യാപകരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു കുട്ടികൾ എവിടെ? അത് മാനത്തൊരു മേഘമുണ്ട്, അതുകൊണ്ട് കുട്ടികളെ ഇന്ന് സ്കൂളിൽ വരുന്നില്ല എന്ന് തീരുമാനിച്ചു. അവിടെ അധ്യാപകരിരുന്ന് കളിക്കുക. ഇതാണ് അവിടുത്തെ അവസ്ഥ. നമ്മുടെ അവസ്ഥ അങ്ങനെയല്ല. കിട്ടേണ്ട ഫണ്ട് മുഴുവൻ വാങ്ങിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് സ്കൂളുകൾ മെച്ചപ്പെട്ടു. ഈ സ്കൂളുകളിലേക്ക് എൻറോൾ ചെയ്ത കുട്ടികളുടെ എണ്ണത്തിൽ 2020-നേക്കാൾ കൂടുതൽ വർധനയുണ്ടായി. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പൊതുവിദ്യാലയങ്ങളിലേക്ക് വന്ന സ്കൂൾ പക്ഷേ നമുക്ക് തരാനുള്ള 57,000 കോടി എവിടെ? നമ്മൾ ഇത് രാജ്യത്തിന്റെ ഭാഗമാണെന്ന് പറയുമ്പോൾ നമുക്ക് കേന്ദ്രത്തിന്റെ വിഹിതം കിട്ടണ്ടേ? അതിൽ കേന്ദ്രത്തിന്റെ വിഹിതമായി നമുക്ക് കിട്ടേണ്ട തുകയിൽ വന്നിരിക്കുന്ന 57,000 കോടിയുടെ ഇടിവ് ആ സമയത്ത് സുജയ് ഇത് പറഞ്ഞില്ലല്ലോ. കേരളം ഇന്ത്യയുടെ ഭാഗമല്ലേ? ഇതാണ് എന്റെ ചോദ്യം. അതിനുവേണ്ടി രാഷ്ട്രീയമായി പോരാടുന്ന ഒരു സംസ്ഥാനമാണ് യുണൈറ്റഡ് കേരള. ആയിക്കോട്ടെ, പക്ഷേ നോക്കൂ, ഇപ്പൊ കണ്ടാൽ കേരളത്തിനുള്ള വിഹിതം എങ്ങനെയൊക്കെ തടയാമോ? ആദ്യം കിഫ്ബിയുടെ ഫണ്ട് തടഞ്ഞു. എത്രയാ സുജയ? നേരത്തെ പറഞ്ഞു 91,000 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം കിഫ്ബി ഫണ്ടിലൂടെ നടപ്പാക്കി. പ്രതിപക്ഷ എം എൽ എമാരുടെ റോഡുകളിൽ, അവരുടെ പാലങ്ങളിൽ ഈ കിഫ്ബി ഫണ്ടിന്റെ സാന്നിധ്യമുണ്ടെന്നേ. 91,000 കോടി ഈ കിഫ്ബി ഫണ്ട് അത് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ആണെന്നും പറഞ്ഞ് നമ്മളുടെ വായ്പാ പരിധിയിൽ നിന്ന് വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യമുണ്ടായി. പെൻഷൻ, ഈ കേന്ദ്ര സർക്കാർ ഇടപെട്ട് പെൻഷൻ ഫണ്ട് കേരളത്തിൻ്റെ വായ്പാ പരിധിയിൽ നിന്ന് ഒഴിവാക്കുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരേ സമയം കേന്ദ്രത്തോട് പോരടിച്ചുകൊണ്ട് നമുക്ക് പ്രതിശീർഷ വരുമാനം ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 1ാം സ്ഥാനത്ത് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വീട്ടമ്മമാർക്ക് അവരുടെ ആത്മാഭിമാനത്തിന് അംഗീകാരമായി 1000 രൂപയെങ്കിലും അവരുടെ കയ്യിലേക്ക് എത്തിച്ചേരുന്നുണ്ടെങ്കിൽ, എന്തിനേറെ പറയുന്നു, നമ്മളുടെ സംസ്ഥാനത്തെ അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ. ഏറ്റവും വലിയ തമാശ എന്താ അറിയുമോ എൻ്റെ അഗസ്റ്റിൻ? മാധ്യമങ്ങൾ എല്ലാവരും നമ്മളടക്കം എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു. അതിദരിദ്രരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് എത്ര ദിവസമായല്ലോ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം കഴിഞ്ഞിട്ട്. ഈ സർക്കാരിൻ്റെ ഡെഫിനിഷനിൽ പെട്ടിരിക്കുന്ന ഒരു രേഖയുമില്ലാതെ അഗതികളായി, നമുക്ക് ഡെസ്റ്റിറ്റ്യൂട്ട് എന്ന് വിളിക്കാം, അഗതികളായിട്ടുള്ള മനുഷ്യരെ എത്ര മാധ്യമങ്ങൾക്ക് കണ്ടെത്താൻ പറ്റി?
എത്ര പ്രതിപക്ഷത്തിന് കണ്ടെത്താൻ പറ്റി? ഒരു MLA വന്നിട്ട് എൻ്റെ പഞ്ചായത്തിൽ അഗതികളുണ്ട് എന്ന് പറഞ്ഞ് വിലപിക്കുന്നത് കണ്ടു. ആ പഞ്ചായത്തിൽ ഒരു അഗതി, ഈ പറയുന്ന അഗതിയെ അതിദരിദ്രനെ കാണിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അതായത് ഇനിയിപ്പോൾ അടുത്തതായിട്ട് വന്നിരിക്കുന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സാ. ആളുകളെല്ലാം പോവാണ്. ഏതെങ്കിലും ഒരു മുറുക്കാൻ കടയ്ക്ക് തടസ്സം നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ സർക്കാരിന് ഈസ് ഓഫ് ഡൂയിങ് പദ്ധതിക്കേറ്റ തിരിച്ചടിയാണ് എന്ന മറ്റുള്ള പ്രചരണത്തിന് വേണ്ടി അതും ഏൽക്കുന്നില്ല. അപ്പോൾ ചുരുക്കത്തിൽ ആന്റി ഇൻകംബൻസി നിശ്ചയിക്കുന്ന ഏറ്റവും കൂടുതൽ അഴിമതി കേൾക്കേണ്ട വകുപ്പ് ഏതാ? എക്സൈസ് വകുപ്പ്. എക്സൈസ് വകുപ്പിന് ഒരു അഴിമതിയുണ്ടോ? ഇല്ല, എക്സൈസ് വകുപ്പ്, ധനവകുപ്പ് അഴിമതിയുണ്ടോ? ഇനി ആരോഗ്യ വകുപ്പിൽ ഈ പറയുന്നത് പോലെ മന്ത്രിക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ ഏതെങ്കിലും ഉണ്ടോ? വ്യവസായ വകുപ്പ്, അതാണ് പറഞ്ഞത്. PWD. അതെ, ഈ വ്യവസായത്തിലും PWD-യിലൊക്കെ 9 വർഷം ഒരു അഴിമതി കൊണ്ടുവരാൻ കഴിച്ചില്ലെങ്കിൽ എന്താ അവസ്ഥ? ഏതോ പാലമൊക്കെ തകർന്ന് ഉദ്ഘാടനം ചെയ്ത പാലം തകർന്നത് ബോംബെയല്ല. ആ ഉദ്ഘാടനം ചെയ്ത ആളുടെ പേരും നരേന്ദ്രമോദി എന്ന. ഉദ്ഘാടനം ചെയ്ത പാലത്തിൽ വിള്ളൽ വന്ന്, റോഡിൽ വിള്ളൽ വന്ന് എക്സ്പ്രസ് ഹൈവേല. ആ എക്സ്പ്രസ് ഹൈവേ നിർമ്മിച്ചത് അതാണ്. അയ്യോ, ഞാനത് പറയാനിരിക്കുന്നു. അത് സുജയ് തന്നെ പറഞ്ഞതല്ലോ. ആ റോഡ് ഏതാണ്? ആ പാലം ആരാ നിർമ്മിച്ചത്? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, നിതിൻ ഗഡ്കരിയുടെ വകുപ്പാ. ആ റോഡ് നിർമ്മിച്ചത് റോഡല്ല, റോഡിന്റെ ഭാഗമാണ് പാലം. റോഡിന്റെ ഭാഗമാണ് ഭാഗമൊന്നുമല്ല. അതെന്താ നിങ്ങൾ പറയുന്ന ദേശീയപാതയെ കുറിച്ച് ഞാൻ പറഞ്ഞത് ദേശീയപാതയിൽ മണ്ണിടിഞ്ഞൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അല്ല, ആ കമ്പനിയെ കരിമണൽപ്പെടുത്തി നടക്കുമ്പോൾ തീരുമാനങ്ങൾ ഞാൻ പറഞ്ഞത് മുഹമ്മദ് റിയാസ് നടത്തിക്കൊണ്ടിരിക്കുന്ന പാലമാണ്. ബിജെപിയുടെ ഇലക്ഷൻ ഫണ്ടിലേക്ക് ഏറ്റവും കൂടുതൽ തുക കൊടുത്ത കമ്പനിയുടെ പേര് റിയാസിന്റെ പാലം തകർന്നതൊക്കെ അവിടെ ചർച്ച. ഏത് പാലം തകർന്നാലും നിർമ്മാണത്തിലിരിക്കുന്ന ഒരു ഗഡർ താഴെ വീഴുന്നതിന്റെ പേരിൽ നിങ്ങൾ ഒരു PWD മിനിസ്റ്ററെ കുറ്റപ്പെടുത്താൻ പോയാൽ ഇന്ത്യയിൽ എത്ര അടുത്ത് കുറ്റപ്പെടുത്തേണ്ടി വരും? ഇത് നിർമ്മാണം കഴിഞ്ഞ് ഉദ്ഘാടനം കഴിഞ്ഞ സ്ഥലമാണ് ഞാൻ ഈ പറഞ്ഞത് ദേശീയപാതകൾ. അതല്ലല്ലോ ഇവിടെ സംഭവിച്ചത്. അപ്പോ ഏത് തരത്തിൽ നമ്മൾ എടുത്തു നോക്കിയാലും ആന്റി ഇൻകംബൻസി നിശ്ചയിക്കുന്ന 3 ഘടകങ്ങൾ. ഒന്ന്, ജനങ്ങളുടെ അടിസ്ഥാന ജീവിതത്തിൽ വന്നിരിക്കുന്ന മാറ്റം. അതിലൊരു നെഗറ്റിവിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അത് ഈ കണക്കുകൾ വെച്ച് പറ്റും. രണ്ടാമത്തത്, അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ, കിഫ്ബിയുടെ കാര്യത്തിൽ. 3, നിക്ഷേപ സൗഹൃദമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് അല്ലേ? അതെങ്ങനെയാണ് നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുക? ഇനി സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതിലെന്താണോ ഈ അന്വേഷണം വരുന്നത് അതിൽ സർക്കാർ ഇടപെടാതെ തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന K. ജയകുമാർ അല്ലേ ഒരു കറയുമില്ലാത്ത മനുഷ്യനെയല്ലേ നിയമിച്ചിരിക്കുന്നത്? ആ മനുഷ്യനെ നിയമിക്കുന്നു എന്നത് തന്നെ ഇതിലൊന്നും സർക്കാരിന് ഒളിക്കാനില്ല എന്നതിന് തെളിവായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈകാരികമായ വിഷയങ്ങൾ കത്തിച്ചുകൊണ്ട് സർക്കാരിനെതിരെ ആന്റി ഇൻകംബൻസി ഉണ്ടാക്കാനുള്ള ശ്രമം പരാജയപ്പെടും. അതിൻ്റെ സൂചന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചെറുതല്ല കണക്ക്. എത്ര പഞ്ചായത്ത് കയ്യിലിരിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു. 941-ൽ 571 പഞ്ചായത്തും ഇരിക്കുന്നത് LDFിന്റെ കയ്യിലാണ്. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വന്നാൽ മാത്രമാണ്, ബ്ലോക്ക് പഞ്ചായത്തിൽ 113 എണ്ണം ഉണ്ട്. അല്ലെ, ഇനിയിപ്പോ നോക്കൂ, ജില്ലാ പഞ്ചായത്തിലേക്ക് വന്നാൽ 14-ൽ 11. UDF അങ്ങനെ വെറുതെ ഇരിക്കുന്നത്. UDF വെറുതെ ഇരിക്കേണ്ട കാര്യം. UDF വേണം, ശക്തമായ UDF ഇവിടെ വേണം, ശക്തമായ UDF വിടണം, ശക്തമായ പ്രതിപക്ഷമായിട്ട് അവർ തുടരണം. ഒരു സംശയമില്ല. അവർ നന്നായി പെർഫോം ചെയ്തു. ഞാൻ തിരുവനന്തപുരമൊക്കെ നന്നായി പൊളിറ്റിക്കൽ മെസ്സേജ്, ശബരിനാഥനെ കൊണ്ടുവന്ന ഒരു പൊളിറ്റിക്കൽ മെസ്സേജാ. അതിനൊന്നും നമ്മൾ കണ്ണടച്ച് നമ്മളതിനെ വിമർശിച്ചിട്ട് കാര്യമില്ല. അത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ ഏറെക്കുറെ അതിന് അബിൻവർക്ക് പറഞ്ഞതുപോലെ UDF അതിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം വലിയ തയ്യാറെടുപ്പ് നടത്തുന്നു. പക്ഷേ UDFന് അറിയാം ഈ തെരഞ്ഞെടുപ്പ് കൂടി കിട്ടിയില്ലെങ്കിൽ അത് മനസ്സിലാക്കി തന്നെയാണ് വളരെ കൃത്യമായി പെരുമാറുന്നുണ്ട്. പക്ഷേ ഈ ആന്റി ഇൻകംബൻസി നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ പറ്റുന്നില്ലല്ലോ. എത്രമാത്രം പ്രചരണവേല നടത്തിയാലും ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് ജനങ്ങൾക്ക് ഫീൽ ചെയ്യണം. അവരുടെ കയ്യിൽ പണം എത്താതിരിക്കണം. അവരുടെ കയ്യിൽ അതാ എത്രയോ നമ്മൾ പറഞ്ഞു. 1954-ൽ മാതൃഭൂമിയുടെ പത്രത്തിൽ വന്നൊരു എഡിറ്റോറിയൽ കൂടി പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം. അതായത് ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വരുമോ എന്ന് ഭയന്ന് സ്വന്തം ജീവിതം കൊണ്ട് പോലും അതിനെ എതിർത്ത ആളുകളുണ്ടല്ലോ. അന്ന് മനോരമ പത്രത്തിൽ വന്ന എഡിറ്റോറിയൽ 1954 ജനുവരി 5 ഇങ്ങനെയായിരുന്നു കേട്ടോ: കമ്മ്യൂണിസം സർവ്വതാ അബദ്ധവും ആപൽക്കരവും അപമാനകരവുമാണ് എന്നതാണ് ഈ പത്രത്തിന്റെ സുചിന്തിതമായ അഭിപ്രായം എന്നൊരു പത്രം എഴുതി വെച്ചിരുന്നു. അത് മനോരമ പത്രമാണ്. 1954-ൽ 3 വർഷം കഴിഞ്ഞപ്പോൾ കേരളത്തിൽ ആദ്യത്തെ ചരിത്രത്തിൽ തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരായിട്ട് MS-ന്റെ സർക്കാർ വരുന്ന അവസ്ഥയും ഉണ്ടായി. അതാണ് നിങ്ങൾ പത്രത്തിൽ അറിയണോ? അങ്ങനെ പറയാൻ പാടില്ല. നമ്മുടെ സഹപ്രവർത്തകർ അത് ഇപ്പോൾ 3ാമത്തെ ടേമിലേക്ക് ഇലക്ഷൻ കടന്ന് വരുന്ന സമയത്തും അതാരെ ഉദ്ദേശിച്ചത്? 3ാമത്തെ ടേമിലേക്ക് ഇലക്ഷൻ കഴിഞ്ഞ് വന്നത് അപ്പൊ ചോദ്യം ഇതാണ്, സർക്കാരിന്റെ ഞാൻ എഴുതി തള്ളുന്നില്ല. UDF ശക്തമായിട്ട് അവിടെ ഉണ്ടാവണം. ശക്തമായ പ്രതിപക്ഷമല്ലേ എപ്പോഴും ഒരു ഗവൺമെന്റിന് ആവശ്യമുള്ളത്. പക്ഷേ UDF ശക്തമായില്ലെങ്കിലുള്ള പ്രശ്നമോടെ BJP വരുന്നു എന്നുള്ളതാണ്. 15% നിൽക്കുന്നു. സമയം അതിക്രമിച്ചിരിക്കുന്നു. സർക്കാരിന്റെ വിലയിരുത്തലോ എന്ന ചോദ്യത്തിന്
3 പേരുടെ അഭിപ്രായം യെസ് എന്നാണ്, ഒരാൾ നോ എന്ന്.